السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. اتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അഫ്ദലുൽ ഇബാദതി അദ്ദുആ. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഇബാദത്ത് പ്രാർത്ഥനയാണ്, ദുആയാണ് എന്ന് മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ദുആ, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് ഏറെ പ്രാധാന്യമുള്ള ശ്രേഷ്ഠതയുള്ള ഇബാദത്താണ് എന്ന കാര്യം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. ദുആ അല്ലാഹുവിന് മാത്രമാകണം. മറ്റൊരു ദിവസം നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. തൗഹീദിന്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിച്ച ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇബാദത്ത് അല്ലാഹു അല്ലാത്ത മറ്റൊരു സൃഷ്ടിയിലേക്ക് തിരിച്ചുവിട്ടാൽ ഇതിനെന്താ പറയാ? ശിർക്ക് എന്നാണ് പറയാ. ശിർക്ക് ഏറ്റവും ഗുരുതരമായ തിന്മയാണ്. പഠിച്ചിട്ടുണ്ട്. ഏറ്റവും മഹത്തരമായ ഇബാദത്ത് ഏതാണ്? അല്ലാഹു തആല സൃഷ്ടികളോട് കൽപ്പിച്ച ഏറ്റവും മഹത്തരമായ കാര്യം ഏതാ? തൗഹീദ്. മാഷാ അല്ലാഹ്. ഏറ്റവും ഗുരുതരമായ തിന്മ ശിർക്കാണ്. ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കോട് കൂടി ഒരുത്തൻ മരിച്ചു കഴിഞ്ഞാൽ അവന് അല്ലാഹു തആല ഒരിക്കലും പുറത്തു കൊടുക്കൂല. മറ്റു തിന്മകൾ അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഒരുത്തൻ ശിർക്ക് ചെയ്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ അവന് സ്വർഗം ഹറാമാണ്. മഅവാഹുന്നാർ, അവന്റെ സങ്കേതം നരകമാണ്. വലഖദ് ഊഹിയ ഇലൈക വഇല അല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. ശിർക്ക് സംഭവിച്ചാൽ നമ്മൾ അതുവരെയും ആര് ശിർക്ക് ചെയ്തുവോ ആ ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ എല്ലാ നന്മകളും അല്ലാഹു തആല പൊളിച്ചു കളയും. അതൊക്കെ നമുക്കറിയാവുന്ന ശിർക്കിന്റെ അപകടങ്ങളാണ്. അപ്പൊ അല്ലാഹു തആലക്ക് മാത്രം ദുആ ചെയ്യണം. അത് തൗഹീദിന്റെ അടിസ്ഥാനമാണ്. പ്രാർത്ഥനയുടെ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന വിഷയത്തിൽ ആളുകൾ മൂന്ന് തരക്കാരാണ്. ഒന്നാമത്തെ ഒരു വിഭാഗം തീരെ ദുആ ചെയ്യാത്ത ആളുകളാണ്. അവർക്ക് ദുആ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. അവർ ദുആ ചെയ്യാറില്ല. തീരെ അല്ലാഹുവിനോട് ദുആ ചെയ്യാത്ത ആളുകൾ, അവരെക്കുറിച്ച് അവർ മുസ്തക്ബിറാണ്, അവർ അഹങ്കാരികളാണ്. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അതിനുശേഷം അല്ലാഹു തആല എന്താ പറഞ്ഞത്? വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. ബാക്കി എന്താ? ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി.
സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഇബാദത്തിൽ നിന്ന് ആരാണോ അഹങ്കരിച്ചു നിൽക്കുന്നത് അവൻ നിന്ദ്യരായിക്കൊണ്ട് അപമാനിതരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോ ഇബാദത്തിൽ നിന്ന് ദുആ പറഞ്ഞതിന് ശേഷമാണ് ഇബാദത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾ അവർ അഹങ്കാരികളാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂൻ എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ വിഭാഗം അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും, അതിന്റെ കൂടെ അള്ളാഹു അല്ലാത്ത മറ്റു പല സൃഷ്ടികളോടും ദുആ ചെയ്യും. അവരാരാണ്? അവർ മുശ്രിക്കുകളാണ്. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നം ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. ഏറ്റവും നികൃഷ്ടരായ, ഏറ്റവും മോശക്കാരായ സൃഷ്ടികളാരാണ്? അവർ അള്ളാഹുവിൽ ചേർക്കുന്ന ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു അവർ നരകത്തിൽ ശാശ്വതരാണ്. ഒരിക്കലും അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന അവസ്ഥയില്ല. ഇവരാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ. മൂന്നാമത്തെ വിഭാഗം അള്ളാഹ്ക്ക് മാത്രം ദുആ ചെയ്യുന്ന ആളുകൾ. അവരാരാണ്? മുവഹിദുകൾ. ഇതാണ് പ്രാർത്ഥനയുടെ വിഷയത്തിൽ ആളുകൾ 3 തരക്കാരാണ് എന്ന് പണ്ഡിതന്മാർ തഖ്സീം ചെയ്തിട്ടുള്ളത്. അഥവാ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന മുവഹിദുകൾ, അള്ളാഹുവിന്റെ കൂടെ മറ്റു സൃഷ്ടികളോട് ദുആ ചെയ്യുന്ന ആളുകൾ അവർ മുശ്രിക്കുകളാണ്. തീരെ ദുആ ചെയ്യാത്ത മുസ്തക്ബിറുകൾ. ഇവിടെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്ന മുവഹിദുകൾ, വിശ്വാസികൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. നേരത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞ വാചകം എന്താ പറഞ്ഞു? അഹ്സൻത് അഫ്ദലുൽ ഇബാദതി അദ്ദുആ. ഇബാദത്തുകളിൽ ശ്രേഷ്ഠതയുള്ള ഇബാദത്ത്, ഏറ്റവും ശ്രേഷ്ഠമുള്ള ഇബാദത്ത് ഏതാണ്? ദുആയാണ്. പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്. പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട പല മര്യാദകളുണ്ട്. നിർബന്ധമായും പാലിക്കേണ്ട മര്യാദകളുണ്ട്, ഐച്ഛികമായ മര്യാദകളുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറെ സഹായകമാകുന്ന കാര്യമാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ആദാബു ദുആ. പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു സമയം, നമ്മുടെ സമയം മഗ്രിബ് വരെ, ഈ ഒരു സമയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഷെയ്ഖ് സാലിഹ് സിന്ദി ഹഫിളഹുല്ലാഹ് ഇന്ന് ജീവിച്ചിരിക്കുന്ന മദീനയിലുള്ള ഒരു പണ്ഡിതനാണ്. ഷെയ്ഖ് സാലിഹ് സിന്ദി ഹഫിളഹുല്ലാഹ്. നിങ്ങൾ കേട്ടണോ സാലിഹ് സിന്ദി? തയ്യിബ്. അദ്ദേഹം സംസാരിച്ചിട്ടുള്ള ഒരു ചെറിയ സംസാരത്തിൽ വന്നിട്ടുള്ള പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമായിരിക്കും, നമ്മൾക്കറിയാവുന്ന കാര്യമായിരിക്കും, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാകില്ല. എല്ലാ സന്ദർഭത്തിലും അത് ശ്രദ്ധിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിക്കൊള്ളണം എന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയ്ക്ക്, അറിയാത്ത ആളുകൾക്ക് ഒരു പുതിയ അറിവെന്ന നിലക്കൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്കിത് പറയാം. അതേപോലെ തന്നെ നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം പറയണം, فإذا دعوت ربك ومددت يديك إلى السماء. നിന്റെ റബ്ബിനോട് ദുആ ചെയ്താൽ, നിന്റെ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിയാൽ, റബ്ബിനോട് ദുആ ചെയ്യാൻ വേണ്ടി കൈകൾ ഉയർത്തിയാൽ, ഫലാ തഗ്ഫൽ അൻ ഖംസ. 5 കാര്യങ്ങൾ നീ ശ്രദ്ധിക്കാതെ പോകരുത്. 5 കാര്യങ്ങൾ നീ ശ്രദ്ധിക്കാതെ പോകരുത്. 5 കാര്യങ്ങളെ തൊട്ട് നീ അശ്രദ്ധനാകരുത്. 5 കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം. ഫമാ അഹ്റാ ദുആഅക ബിൽ ഖബൂലി മഅഹാ. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന സ്വീകരിക്കാൻ, നിന്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ ഏറ്റവും എത്ര അർഹമായതാണ് ഈ 5 കാര്യങ്ങൾ. അതിന്റെ കൂടെ പ്രാർത്ഥന സംഭവിക്കുമ്പോൾ ഈ 5 കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറെ അർഹതയുള്ളതാണ്. എന്നിട്ട് ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് 5 കാര്യങ്ങൾ പറയുകയാണ്. അൽ അവ്വൽ, ഒന്നാമത്തെ കാര്യം,
അൻ തദ്ഉവ വഅൻത ഹാദിറുൽ ഖൽബി മൂഖിനുൽ ഇജാബ. നീ ദുആ ചെയ്യുമ്പോൾ മനസ്സാന്നിധ്യത്തോടുകൂടി ദുആ ചെയ്യണം. ഹൃദയത്തിൽ നിന്നുള്ള ദുആയായിരിക്കണം, മനസ്സ് തട്ടിക്കൊണ്ടുള്ള ദുആയായിരിക്കണം. മൂഖിനുൽ ഇജാബ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടിയായിരിക്കണം നീ റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യതാണ് ഹൃദയ സാന്നിധ്യം. നമ്മൾ എന്തൊക്കെയോ ചൊല്ലുന്നുണ്ട്, ദുആയാണ്, റബ്ബിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിൽ ചിന്തിക്കുന്നില്ല. അങ്ങനെയല്ല, മനസ്സ് തട്ടിക്കൊണ്ട് എന്താണ് നമ്മൾ ഈ പറയുന്നത് ഇതിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് മനസ്സാന്നിധ്യത്തോടുകൂടി ദുആ ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. മനസ്സാന്നിധ്യത്തോടുകൂടി ദുആ ചെയ്യണം. മൂഖിനുൽ ഇജാബ കൂടി അല്ലാഹു തആലയിൽ അങ്ങേയറ്റം പ്രതീക്ഷ വെച്ചുകൊണ്ടായിരിക്കണം ദുആ ചെയ്യേണ്ടത്. കിട്ടണമെങ്കിൽ കിട്ടട്ടെ, അങ്ങനെയല്ല, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പോടുകൂടി ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പോടുകൂടി നിങ്ങൾ റബ്ബിനോട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അറിയണം, അന്നല്ലാഹ ലാ യഖ്ബലു ദുആഅൻ അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ലാ യസ്തജീബ്, തീർച്ചയായും അല്ലാഹു തആല ഉത്തരം നൽകുകയില്ല, ദുആഅൻ, ഒരു പ്രാർത്ഥനയ്ക്ക്, മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, അശ്രദ്ധമായ ശ്രദ്ധയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് വരുന്ന ദുആ അല്ലാഹു സ്വീകരിക്കുകയും അല്ലാഹു അതിന് ഉത്തരം നൽകുകയില്ല എന്ന് നിങ്ങൾ അറിയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം മറ്റേതോ സ്ഥലത്താണെങ്കിൽ, ഹൃദയ സാന്നിധ്യമില്ലാത്ത ദുആയാണെങ്കിൽ അതിന് അല്ലാഹു തആല ഉത്തരം നൽകുകയില്ല. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ തട്ടിയായിരിക്കണം ദുആ ചെയ്യേണ്ടത്, മനസ്സാന്നിധ്യത്തോടു കൂടിയായിരിക്കണം ദുആ ചെയ്യേണ്ടത്. ഇതെപ്പോ ദുആ ചെയ്യണമെങ്കിലും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു സന്ദർഭമുണ്ട്. നമ്മൾ ഏറെ അള്ളാഹുവിനോട് നിരന്തരം നിർബന്ധമായി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യേണ്ട സന്ദർഭമാണെന്ത്? നിസ്കാരത്തിന്റെ സന്ദർഭം. നിസ്കാരത്തിൽ നമ്മൾ പല കാര്യങ്ങളും റബ്ബിനോട് ചോദിക്കുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നമ്മൾ ഇന്ന് അസർ നിസ്കരിച്ചപ്പോ നിങ്ങൾ 4 തവണ റബ്ബിനോട് ദുആ ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ദുആയാണ്. നമ്മൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമ നിഅമത്തുൻ കുബ്ര, ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? നിഅമത്തുൽ ഹിദായ. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്താണ് അള്ളാഹു നമ്മൾ മുസ്ലിമാക്കി, മുഅ്മിനാക്കി എന്നുള്ളത്. ഈ നിഅമത്ത് റബ്ബിനോട് ചോദിക്കാൻ, ഇത് ചോദിച്ചപ്പോ നമ്മൾ എത്രത്തോളം അത് ചിന്തിച്ചിട്ടാണ് പറഞ്ഞത്? നമ്മൾ നിസ്കാരത്തെ കുറിച്ച് ചിന്തിക്കുക. ഏറ്റവും തൊട്ടടുത്ത് നമ്മൾ നിസ്കരിച്ച നിസ്കാരം, അസർ നിസ്കാരത്തിൽ ഇത് ദുആ ചെയ്തപ്പോ ഖൽബുൻ ഗാഫിൽ ലാഹിൻ, അശ്രദ്ധമായ ഒരു ഹൃദയത്തിൽ നിന്നാണോ നമ്മുടെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ദുആ വന്നത്? നമ്മൾ പരിശോധിക്കുക. അതിനുശേഷം നിസ്കാരത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ അല്ലാഹു തആലയോട് പലതും റബ്ബി ഗ്ഫിർലി, അല്ലേ, റബ്ബിനോട് മഗ്ഫിറത്തിനെ ചോദിക്കുന്നുണ്ട്. എത്രയോ പ്രാർത്ഥനകളുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയം എന്തായിരുന്നു? റബ്ബിനോട് ഹൃദയ സാന്നിധ്യത്തിലാണോ ഈ പറഞ്ഞത്, ചോദിച്ചത്? നമ്മൾ പരിശോധിക്കുക. അപ്പോ നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന സന്ദർഭത്തിലല്ല, ഈ നിസ്കാരത്തിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ റബ്ബിനോട് ദുആ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിലൊക്കെ നമ്മുടെ ഹൃദയം ഗഫലത്തിലാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. അല്ലാഹു തആല അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന ദുആ സ്വീകരിക്കുകയില്ല. മനസ്സിൽ തട്ടി ദുആ ചെയ്യാൻ സാധിക്കണം. അപ്പോ നിസ്കാരത്തിലുള്ള ദുആ നമ്മൾ പഠിക്കണം. നിസ്കാരത്തിന്റെ തഹിയ്യാത്ത് അഥവാ തശഹുദിന്റെ അവസാന സമയത്ത് സലാം വീട്ടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ട ദുആ, അതിന്റെ അർത്ഥം നമ്മൾ പഠിക്കണം. നമ്മൾ വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും വാരിദായി വന്ന ദുആകൾ, അതിന്റെ അർത്ഥം നമ്മൾ പഠിക്കണം. അപ്പോഴേ നമുക്ക് മനസ്സിൽ തട്ടി ദുആ ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിൽ തട്ടി ദുആ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഹൃദയ സാന്നിധ്യത്തോടുകൂടി ദുആ ചെയ്യണം. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. ഏത് സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണെങ്കിലും ഇത് വിട്ടുപോകാൻ പാടില്ല.
നമ്മളിങ്ങനെ ഓരോന്ന് മനസ്സിൽ മറ്റെന്തോ ചിന്തിക്കുന്നു. ഈ സാഹചര്യം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ദുആ ചെയ്യുന്നത് ഹൃദയത്തിൽ തട്ടിയുള്ള ദുആയായിരിക്കണം, അല്ലെങ്കിൽ അല്ലാഹു തആല അത് സ്വീകരിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും പല ആളുകളും ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ റബ്ബിനോടായിരിക്കും ദുആ ചെയ്യുന്നത്, ഏറ്റവും മഹത്തരമായ ദുആകളായിരിക്കും. പക്ഷേ ആ സമയത്ത് അവന്റെ മനസ്സ് മറ്റെന്തോ പ്രവൃത്തിയിലായിരിക്കും, മറ്റെന്തോ ചിന്തയിലായിരിക്കും. ഒരിക്കൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഒരാളുടെ അടുത്തുകൂടെ നടന്നുപോയി. ശ്രദ്ധിക്കണം, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരാളുടെ അടുത്തുകൂടെ നടന്നുപോയി. അയാളെ കയ്യിൽ കുറച്ച് ചരൽ കല്ലുകളുണ്ട്, ചെറിയ കല്ലുകൾ. വഫി യദിഹി ഹസാതുൻ യൽഅബു ബിഹാ, അദ്ദേഹത്തിന്റെ കയ്യിൽ ചെറിയ ചരൽ കല്ലുകളുണ്ട്. അത് വെച്ചിട്ട് അയാൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം, ആ കല്ല് വെച്ചിട്ട് ഇങ്ങനെ കളിക്കണം. വഹുവ യഖൂൽ, ഈ കളിച്ചുകൊണ്ടിരിക്കെ, ഈ കല്ലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കെ, കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കെ അയാൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ സവ്വിജ്നി മിനൽ ഹൂരിൽ ഐൻ, അല്ലാഹുവേ എനിക്ക് സ്വർഗീയ സ്ത്രീകളെ നീ ഇണയാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ദുആ ചെയ്യുന്നുണ്ട്, സ്വർഗത്തിൽ പ്രവേശിക്കണം, സ്വർഗത്തിൽ എനിക്ക് അൽ ഹൂറുൽ ഐൻ, സ്വർഗീയ സ്ത്രീകളെ ഭാര്യയായി ലഭിക്കണം എന്നൊക്കെയാണ് അയാൾ ദുആ ചെയ്യുന്നത്. ഇത് കേട്ട സമയത്ത് ഇങ്ങനെ കളിച്ചിട്ടാണ് ദുആ ചെയ്യുന്നത്, കയ്യിൽ കല്ലുണ്ട്, അദ്ദേഹം ദുആ ചെയ്യുന്നുണ്ട് അള്ളാഹുവിനെ വിളിച്ചിട്ട്. പക്ഷെ ഇയാൾ ഈ രൂപത്തിലാണ് കളിച്ചുകൊണ്ടാണ് ദുആ ചെയ്യുന്നത്, കല്ല് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കളിക്കണം. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തിരിഞ്ഞ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ബിഅ്സൽ ഖാതിബു അൻത, നീ എത്ര മോശക്കാരനായ ഖാതിബാൻ. ഖാതിബ് എന്ന് പറഞ്ഞാൽ വിവാഹം അന്വേഷിക്കുന്നയാൾ. ഹൂറുൽ, സ്വർഗീയ സ്ത്രീകൾ വിവാഹം ഇണയാക്കി തരണമേ എന്ന് ദുആ ചെയ്യുമ്പോ കല്ലുകൊണ്ട് കളിച്ചിട്ടാണ് ദുആ ചെയ്യുന്നത്. നീ എത്ര മോശക്കാരനായ ഖാതിബാൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള സ്വർഗീയ സ്ത്രീകളെ ഇണയാക്കി തരണമേ എന്ന് ദുആ ചെയ്യുമ്പോൾ നീ ഈ രൂപത്തിലുള്ള പണിയാണ് ചെയ്യുന്നത്. അല അൽഖൈതൽ ഹസാത് വഅഖ്ലസ്ത ഇലല്ലാഹി ദുആ, നിനക്ക് ആ കല്ലുകൾ മാറ്റിവെച്ച് ഇഖ്ലാസോടുകൂടി ദുആ ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ മറ്റെന്തോ ചിന്തയിൽ ദുആ ചെയ്യരുത്. റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടി ദുആ ചെയ്യണം എന്ന കാര്യമാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ഈ അസറിന് തഅലീഖ് അടിക്കുറിപ്പ് പറഞ്ഞുകൊണ്ട് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ അന്ന് ഒരു കല്ലിന്റെ വിഷയമാണെങ്കിൽ ഇന്ന് നമ്മുടെ ദുആക്ക് ഏറ്റവും ശല്യമായി നിൽക്കുന്ന ഒന്നാണ് എന്ത്? ജവ്വാൽ, മൊബൈൽ ഫോൺ. മൊബൈലിൽ ഇങ്ങനെ കളിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ റബ്ബിനോട് ചോദിക്കുന്നുണ്ട്, പക്ഷെ അയാൾ മൊബൈലിൽ കളിച്ചിരിക്കുകയാണ്. മൊബൈലിൽ എന്തൊക്കെയോ കളിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിനിടയിലാണ് അയാൾ ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മൾ ദുആ ചെയ്യുമ്പോൾ മനസ്സ് ദുആയുടെ കൂടെ ഉണ്ടാകണം. അതാണ് ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ വഅലമു അന്ന അല്ലാഹ ലാ യസ്തജീബു ദുആ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഹൃദയ സാന്നിധ്യം ദുആയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, الثاني اجمع بين حسن الظن بالله وإظهار الافتقار إليه. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല വിചാരം, സദ്വിചാരം, ഹുസ്നുൽ ظن بالله, അതിനെയും വഇദ്ഹാരിൽ ഇഫ്തിഖാരി ഇലൈഹി, അള്ളാഹുവിലേക്ക് നമ്മൾ അങ്ങേയറ്റം ആവശ്യക്കാരാണ് എന്ന പ്രകടനവും നീ ഒരുമിപ്പിക്കണം. നമ്മളാണ് ആവശ്യക്കാർ. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. ആ ആവശ്യം പ്രകടിപ്പിക്കുന്നതോടൊപ്പം
അള്ളാഹു തആലയിൽ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് നല്ല വിചാരം ഉണ്ടാക്കണം. എന്റെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹു എന്നെ കൈവിടുകയില്ല. അള്ളാഹു തആല എന്നെ സംരക്ഷിക്കും. റബ്ബിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക. അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാക്കാൻ പാടും. എന്താണ് അള്ളാഹു തആല എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ ഒരുപാട് ദുആ ചെയ്ത് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും മോശം വിചാരിക്കാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതാണ് അള്ളാഹു തആല ആ രൂപത്തിലായിരിക്കും അള്ളാഹു തആല നമ്മൾ ഇടപെടുക. നമ്മൾ അള്ളാഹുവിനോട് ഒരു കാര്യം പറയാൻ പോകാൻ, നമ്മുടെ ഒരു ആഗ്രഹം, നമ്മുടെ ഒരു സ്വപ്നം, അല്ലെ നമ്മൾക്കുണ്ടായ ഒരു പ്രതിസന്ധി, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് റബ്ബിനോട് പറയുമ്പോൾ റബ്ബിനെ കുറിച്ച് നമ്മുടെ വിചാരം എന്താണ്? റബ്ബെന്നെ കൈവിടുകയില്ല, എനിക്കെന്റെ റബ്ബ് ഉത്തരം നൽകും. ഈ ഒരു നല്ല വിചാരത്തോടു കൂടിയാണ് റബ്ബിനെ കുറിച്ച് നല്ലതാണ് വിചാരിക്കുന്നത് എങ്കിൽ അതായിരിക്കും റബ്ബ് നമ്മൾക്ക് മറുപടിയായി നൽകുക. അല്ലാഹു തആല ഒരു ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞു, അന ഇൻദ ظنി അബ്ദി ബി വഅന മഅഹു ഇദാ ദഅാനി. ഞാൻ എന്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതിനോടൊപ്പമായിരിക്കും ഞാൻ. വഅന മഅഹു ഇദാ ദഅാനി, ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും അവൻ എന്നോട് ദുആ ചെയ്താൽ. വേറെ റിവായത്തിൽ വന്നിട്ടുള്ളത് അല്ലാഹു തആല പറയാണ്, അന ഇൻദ ظنി അബ്ദി ബി ഫൽയظن ബിമാ ശാ. അവൻ എന്നെക്കുറിച്ച് എന്താണോ ഉദ്ദേശിക്കുന്നത് അവൻ അങ്ങനെ വിചാരിക്കട്ടെ. അപ്പൊ റബ്ബിനെ കുറിച്ച് നമ്മൾ നല്ലത് വിചാരിച്ചാൽ അതായിരിക്കും അല്ലാഹു തആല നമ്മളോട് ആ രൂപത്തിലായിരിക്കും. അപ്പൊ റബ്ബിനെ കുറിച്ച് ഒരിക്കലും നമ്മൾ മോശം വിചാരിക്കാൻ പാടില്ല. റബ്ബിനെ കുറിച്ച് നമ്മൾ നല്ലതേ വിചാരിക്കാവൂ. നമ്മൾ റബ്ബിനോട് പലതും പറഞ്ഞു, പക്ഷെ നമ്മൾ ചോദിച്ച അതേ കാര്യം തന്നെ നമ്മൾക്ക് ഉടനടി കിട്ടിയിട്ടില്ല. പക്ഷെ റബ്ബിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും മോശം വിചാരിക്കരുത്. റബ്ബിനെ കുറിച്ച് എപ്പോഴും ഹുസ്നുൽ ظنി ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമേ പാടൂ. റബ്ബിനിക്ക് എന്തോ ഖൈർ ഉദ്ദേശിച്ചതുകൊണ്ടാണ് അള്ളാഹു എന്നെ ഈ രൂപത്തിൽ പരീക്ഷിക്കുന്നത്. പരീക്ഷണം ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻഹു. അള്ളാഹു തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ അള്ളാഹു തആല പരീക്ഷിക്കും. അപ്പൊ പരീക്ഷണത്തിൽ പോലും, നമ്മൾക്കുണ്ടാകുന്ന പരീക്ഷണത്തിൽ പോലും അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ ഈ പറഞ്ഞ ഹദീസുകൾ നമ്മളെ സഹായിക്കും. എനിക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടാകാം അള്ളാഹു എന്നെ പരീക്ഷിക്കുന്നത്. അപ്പോ ദുആ ചെയ്യുന്ന സന്ദർഭത്തിലും നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ വിചാരിക്കേണ്ടത് നല്ലതു മാത്രമാണ്. നല്ലതു മാത്രം അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരവും നമ്മൾ അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം ആവശ്യക്കാരാണ് എന്ന കാര്യവും ഒരുമിപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. റബ്ബിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് അള്ളാഹു തരും. നോക്ക്, നിങ്ങളൊക്കെ ഹിഫ്ള് പഠിക്കുന്ന കുട്ടികളാണ്, ഖുർആൻ പഠിക്കുന്ന കുട്ടികളാണ്. റബ്ബിനോട് നമ്മുടെ ഖുർആൻ പഠനവുമായി ശ്രദ്ധിക്കണം. നമ്മുടെ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് റബ്ബിനോട് ദുആ ചെയ്യാത്ത ഒരു ദിവസം ഉണ്ടാകാൻ പാടില്ല. അല്ല, ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മൾ ഒരു ദിവസം എത്ര തവണ ദുആ ചെയ്യോ ആ ദുആയുടെ കൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹിഫ്ള് പഠനം, ഖുർആൻ പഠനത്തെക്കുറിച്ച് നമ്മൾ റബ്ബിനോട് പറയണം. പല കുട്ടികളും ഹിഫ്ളാക്കുന്ന വിഷയത്തിൽ തഫാവുത്തുണ്ടാകും, വ്യത്യാസം ഉണ്ടാകും. എല്ലാവർക്കും ഒരുപോലെ ചിലപ്പോൾ ഹിഫ്ളാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, ചിലപ്പോ മറന്നുപോകുന്നുണ്ടാകും, ഒരുപാട് പരിശ്രമിച്ചു പക്ഷെ കിട്ടുന്നുണ്ടാകില്ല. ഇതിനുള്ള പരിഹാരം എന്താണ്? റബ്ബിനോട് ദുആ ചെയ്യാന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിനും, നമ്മളെ ദുന്യവിയായ കാര്യമാകട്ടെ ഉഖ്റവിയായ കാര്യമാകട്ടെ, ദുനിയാവിലും പരലോകത്തും വിജയിക്കാനുള്ള വഴി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിൽ നമുക്കൊരു പരീക്ഷ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കച്ചവടം എന്താണെങ്കിലും അതിൽ വിജയിക്കാനുള്ള മാർഗം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പരലോകത്ത് വിജയിക്കാനോ അതിന് വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. വഹരിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള കാര്യം നീ ആഗ്രഹിക്കണം. ദുനിയാവിലെ പരലോകത്ത് ഉപകാരപ്പെടുന്ന എന്ത് കാര്യം നമുക്ക് ആഗ്രഹിക്കാം. ദുനിയാവിലെ പരലോകത്ത് നമുക്ക് ഉപകാരമുണ്ടാക്കുന്ന എന്തു കാര്യം നമുക്ക് ആഗ്രഹിക്കാം.
അപ്പൊ ആഗ്രഹമാണ് ആദ്യം ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ഹിഫ്ള് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകണം. എനിക്ക് ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കണം. അത് അമലാക്കുന്ന ഉമ്മത്തിന് ഉപകാരപ്പെടുന്ന ഒരാളാകണം. ഖുർആനിന്റെ അഹ്ലുൽ ഖുർആൻ, ഖുർആൻ പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി അതിന്റെ പ്രചാരകനായി മാറണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. ആദ്യതാണ്. ആഗ്രഹമില്ലാതെ ഇവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ, ഉപ്പാന്റെ ഉമ്മാന്റെ നിർബന്ധത്തിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ ഹദീസിന്റെ പരിധിയിൽ പെടൂല. ആദ്യം ആഗ്രഹം ഉണ്ടാകണം. ഹിർസ് എന്ന് പറഞ്ഞാൽ അതിയായ ആഗ്രഹമാണ്, അതീവ താല്പര്യമാണ്. അപ്പൊ ആദ്യം ഉണ്ടാകേണ്ടത് താല്പര്യമാണ്. ഇപ്പൊ നിലവിൽ എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടെങ്കിൽ നമ്മൾ താല്പര്യം ഉണ്ടാക്കിയെടുക്കണം. വഹ്രിസ് അലാ മാ യൻഫഉക എന്ന് പറഞ്ഞാൽ എന്താ? നിനക്ക് ഉപകാരപ്പെടുന്ന കാര്യം ആഗ്രഹിക്കണം എന്നാണ്. നമ്മൾക്ക് നമ്മുടെ ദുനിയാവിലും അതിലുപരി പരലോകത്തും ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് എന്ത്? അള്ളാഹുവിന്റെ കലാം പഠിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ കലാം പഠിക്കുക എന്നുള്ളത് ഏറെ ഉപകാരം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കണം, അതീവ താല്പര്യം അതിനുണ്ടാകണം. രണ്ടാമത്തെ എന്താണ്? വസ്തഈൻ ബില്ലാഹ്, അള്ളാഹിനോട് സഹായം ചോദിക്കണം. നമുക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ സഹായം ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് ഒരു അടി മുന്നോട്ട് പോകാൻ സാധിക്കൂല. ഇനി നമ്മൾ പഠിച്ചു, നല്ല മുന്നോട്ട് പോയി, അള്ളാഹു തആല ഒരു നിമിഷം കൊണ്ട് നമ്മളെ മറപ്പിച്ചു കളയാൻ സാധിക്കും അള്ളാഹു തആല. അപ്പോ നമ്മൾക്ക് ഈ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്താൻ, നമ്മുടെ ആഗ്രഹം സഫലമാകാൻ രണ്ടാമത്തെ വഴി, ആദ്യം ആഗ്രഹം, രണ്ടാമത്തെ വസ്തഈൻ ബില്ലാഹ്, റബ്ബിനോട് ദുആ ചെയ്യണം, റബ്ബിനോട് സഹായം ചോദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്ത ഒരു സന്ദർഭം ഉണ്ടാകരുത്. നമ്മൾ ദുആ ചെയ്യുന്നുണ്ടോ അതിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു സമയത്ത്, തുടക്കത്തിലോ അവസാനത്തിലോ നമ്മൾ എന്ത് ചെയ്യണം? ഇടയിലോ എവിടെയെങ്കിലും എന്റെ ഖുർആൻ പഠനം, അള്ളാഹുവിനെ എന്നെ സഹായിക്കണമേ, എനിക്ക് പെട്ടെന്ന് ഹിഫ്ള് പൂർത്തീകരിക്കാൻ, അത് മനസ്സിൽ നിൽക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, ഏറ്റവും ഭംഗിയിൽ പഠിക്കാൻ അള്ളാഹു എനിക്ക് നീ തൗഫീഖ് നൽകി. ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട ദുആ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാക്കണം. മൂന്നാമത്തേത് എന്താണ്? അതീവ താല്പര്യം, ദുആ, പിന്നെ പ്രവർത്തനാണ്. വലാ തഅജസ് അല്ലെങ്കിൽ വലാ തഅജിസ്, നീ അശക്തനാകരുത്. നല്ല താല്പര്യമുണ്ട്, അള്ളാഹുവിനോട് ദുആ ചെയ്തു, എന്നിട്ട് ഹൽക്കയിൽ ഇരുന്നിട്ട് ഉറങ്ങിയാൽ, മടി കാണിച്ചാൽ, കൃത്യമായി നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ, പഠിക്കേണ്ട സമയത്ത് കളിച്ചാൽ ഈ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കൂല. അപ്പൊ ആഗ്രഹം, റബ്ബിനോട് ദുആ ചെയ്യുക, പിന്നെ പണിയെടുക്കണം. പണിയെടുക്കാതെ ഒരിക്കലും നമ്മൾക്ക് എന്ത് ചെയ്യില്ല, സാധിക്കൂല. നിങ്ങൾക്കൊക്കെ പണ്ഡിതന്മാരാകാൻ ആഗ്രഹമുണ്ടോ? ഇല്ലേ? അറിവുള്ളവരാകാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? അറിവിന്റെ ശ്രേഷ്ഠതയെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് എല്ലാവരും ഇത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പടു ജാഹിലിന് പോലും അറിവുണ്ടാകണമെന്ന് ആഗ്രഹം ഉണ്ടാകും. അത് തന്നെ മതി അറിവിന്റെ ശ്രേഷ്ഠതയായി. നല്ല അറിവുള്ള ഒരാളാണ് എന്ന് അറിയപ്പെടാൻ ആർക്കാണ് ഇഷ്ടം ഉണ്ടാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഷറഫ് അതന്നെ മതി. എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അറിവുള്ളയാളാകണം എന്നുള്ളത്. അറിവുണ്ടാകണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം. അൽ-ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ 2 വരി കവിതയിൽ ഇങ്ങനെ കാണാം: ലൗ കാന ഹാദൽ ഇൽമു യുദ്റകു ബിൽ മുന മാ കാന യബ്ഖാ ഫിൽ ബരിയതി ജാഹിലു. ലൗ കാന ഹാദൽ ഇൽം, ഈ അറിവ് എന്ന് പറയുന്നത്, ബിൽ മുന, ലൗ കാന ഹാദൽ ഇൽമു യുദ്റകു ബിൽ മുന, ആഗ്രഹം കൊണ്ട് അറിവ് കിട്ടുമായിരുന്നെങ്കിൽ. ആഗ്രഹമുണ്ട്, നല്ല പൂതിയുണ്ട്, പൂതി കൊണ്ട് മാത്രം, ആഗ്രഹം കൊണ്ട് മാത്രം അറിവ് കിട്ടുമായിരുന്നുവെങ്കിൽ മാ കാന യബ്ഖാ ഫിൽ ബരിയതി ജാഹിലു, സൃഷ്ടികൾക്കിടയിൽ ഒരു ജാഹിലും ഉണ്ടാകില്ല. എല്ലാവർക്കും പൂതിയുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. പക്ഷെ പൂതി കൊണ്ട് മാത്രം, ആഗ്രഹം കൊണ്ട് മാത്രം അറിവ് കിട്ടുമായിരുന്നുവെങ്കിൽ എല്ലാവരും പണ്ഡിതന്മാരാകുമായിരുന്നു. പക്ഷെ അത് നടക്കൂല. പിന്നെന്ത് ചെയ്യണം? ഫജ്ഹദ്, നീ നന്നായി അധ്വാനിക്കണം. ഫജ്ഹദ് വലാ തക്സൽ, നീ മടി കാണിക്കരുത്. ഫജ്ഹദ് വലാ തക്സൽ വലാ തകു ഗാഫിലൻ, അശ്രദ്ധനാകരുത്. ഗഫ്ലത്തിനെ ബാധിക്കരുത്. ശ്രദ്ധയോടുകൂടി മടിയില്ലാതെ നന്നായിട്ട് അധ്വാനിക്കണം. ഫനദാമത്തുൽ ഉഖ്ബ ലിമൻ യതകാസലു, മടി കാണിക്കുന്നവനാണ് ഖേദകരമായ പര്യവസാനം. ഒരു വർഷം ഇവിടെ പഠിച്ചു, മടി കാണിച്ച് അലസമായി ശ്രദ്ധിക്കാതെ തോന്നിയതുപോലെ ഇങ്ങനെ തട്ടിമുട്ടി ഒരു വർഷം കഴിയുമ്പോൾ അവസാനം ചിന്തിക്കും, പക്ഷേ ഒരു വർഷം അങ്ങോട്ട് പോയി, സങ്കടപ്പെടും.
മടിയന്മാർ അവസാനം സങ്കടപ്പെടും. 2-3 വർഷം ഞാൻ ഹിഫ്ള് പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ അങ്ങനെ വെറുതെ വേസ്റ്റായി പോയി. അവൻ അവസാനം സങ്കടപ്പെട്ടിട്ടൊരു കാര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് നല്ല ആഗ്രഹത്തോടുകൂടി, അതേപോലെ തന്നെ റബ്ബിനോട് സദാ ദുആ ചെയ്തുകൊണ്ട്, അതേപോലെ തന്നെ പണിയെടുക്കണം, നന്നായിട്ട് അധ്വാനിക്കണം. അങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കും. ദുനിയാവിലും പരലോകത്തൊക്കെ വിജയിക്കാനുള്ള കാര്യം തന്നെയാണ്. പരലോകത്ത് എങ്ങനെയാണ്? സ്വർഗം കിട്ടാൻ നമുക്ക് ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്. റബ്ബിനോട് ചോദിക്കണം, എന്നിട്ട് അതിനുള്ള പണിയെടുക്കണം. സ്വർഗം കിട്ടാനുള്ള പണിയെടുക്കണം. തയ്യം. അപ്പോ രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോ റബ്ബിനെ കുറിച്ച് സദ്വിചാരം ഉണ്ടാകണം, നല്ല വിചാരം ഉണ്ടാകണം. നേരത്തെ പറഞ്ഞ ഹദീസ് ഇതിന്റെ ഭാഗമായിട്ട് പറയാം. ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്ന ഉറപ്പോടുകൂടിയായിരിക്കണം നീ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു പ്രതീക്ഷ നമ്മൾക്ക് ഉണ്ടാകണം. മൂന്നാമത്തെ കാര്യം, അലിഹ ഫീ ദുആഇക്. നിന്റെ പ്രാർത്ഥനയിൽ നീ ആവർത്തിച്ച് റബ്ബിനോട് ദുആ ചെയ്യണം. നിരന്തരം റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. വഅക്സിർ, നീ ദുആ വർദ്ധിപ്പിക്കണം. വലാ തസ്തഅജിൽ, നീ ധൃതി കാണിക്കരുത്. വീണ്ടും വീണ്ടും ധാരാളമായി റബ്ബിനോട് ദുആ ചെയ്യണം. ഖാല അൽ-ഔസാഇ, ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് പറഞ്ഞു, കാന യുഖാൽ, പറയപ്പെടാറുണ്ട്, അഫ്ദലു ദുആ, പ്രാർത്ഥനകളിൽ തന്നെ ഏറ്റവും അഫ്ദലായ ദുആ അൽ ഇൽഹാഉ അലല്ലാഹി തബാറക വ തആല. റബ്ബിനോട് ഇൽഹാ ചെയ്യാന്ന് പറഞ്ഞാൽ നിരന്തരം ചോദിക്കുക, ചോദിച്ചെന്നെ പിന്നെയും ആവർത്തിച്ച് ചോദിക്കുക. വത്തദർറുഉ ഇലൈഹി, അല്ലാഹുവിലേക്ക് അങ്ങേയറ്റം വിനയത്തോടുകൂടി വിനയപ്പെട്ട് റബ്ബിനോട് വീണ്ടും ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും ദുആകളിൽ തന്നെ ശ്രേഷ്ഠമായത് എന്ന് പറഞ്ഞത് കാണാം. അപ്പോ മൂന്നാമത്തെ കാര്യം, പ്രാർത്ഥനയിൽ നമുക്ക് മടുപ്പ് വരാൻ പാടില്ല. ചില സലഫുകൾ പറഞ്ഞതുപോലെ, എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല എന്റെ ബേജാറ്, മറിച്ച് എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ, പ്രാർത്ഥിക്കാനുള്ള മനസ്സ് എന്നിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നാണ് എന്റെ പേടി എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് നമ്മൾ ചോദിച്ച അതേ കാര്യം കിട്ടാൻ ചിലപ്പോൾ വൈകും, ഉടനടി കിട്ടിക്കൊള്ളണമെന്നില്ല. വീണ്ടും ചോദിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ പഠനവുമായി, നമ്മുടെ ഖുർആൻ പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ കൂടുതലുള്ളതുകൊണ്ട്, നമ്മുടെ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത് 1, 2, 3 പ്രാവശ്യമല്ല, നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചിലപ്പോ ഒരുപാട് കാലം ചോദിച്ചിട്ടും ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടണമെന്നില്ല. നമ്മൾ ചോദിച്ച അതേ കാര്യം ഉത്തരം കിട്ടണമെന്നില്ല, പക്ഷെ നമുക്ക് മടുപ്പ് വരാൻ പാടില്ല. വീണ്ടും റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. എത്രയും ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഅല അഹദുക്കും ഫൽയുക്സിർ, നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ ചോദിക്കുമ്പോൾ ധാരാളമായി ചോദിക്കുക. ഫഇന്നമാ യസ്അലു റബ്ബഹു, അവൻ റബ്ബിനോടാണ് ചോദിക്കുന്നത്, അവന്റെ റബ്ബിനോടാണ് ചോദിക്കുന്നത്. അപ്പോ മൂന്നാമത്തെ കാര്യം, റബ്ബിനോട് ചോദിക്കുന്നത് നമുക്ക് നിർത്തരുത്. നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. റബ്ബിനോട് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, ഇവിടെ രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ മക്കളുടെ വിഷയത്തിൽ നമുക്ക് ഒരുപാട് ആശങ്കകളും അതേപോലെ തന്നെ പ്രതീക്ഷകളൊക്കെ ഉണ്ടാകും. നമ്മൾ ഒരിക്കലും റബ്ബിനോട് ചോദിക്കുന്ന വിഷയത്തിൽ ചിലപ്പോൾ നമ്മുടെ മക്കൾ വളരെ മോശമായിരിക്കും. ചിലപ്പോൾ നമ്മൾ അവനെ ഒഴിവാക്കിയിട്ടുണ്ടാവും, ഇനി അവൻ തിരിച്ചു വരൂല, അത്രയും അലമ്പാണ്. ചിലപ്പോൾ നമ്മളെ കൂട്ടത്തിലെ ചില രക്ഷിതാക്കൾ, ഉമ്മമാർ അവര് ദീനിയായിട്ട് അത്ര നല്ല രൂപത്തിലാകൂല. നമ്മൾ അവരെ കുറിച്ച് പ്രതീക്ഷ കൈവിടരുത്. നമ്മുടെ ഉപ്പ, ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങൾ ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും, ചിലപ്പോ വീട്ടിൽ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാകും. റബ്ബിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതിലൊരിക്കലും നമുക്ക് മടുപ്പ് വരാൻ പാടില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, മിൻ അൻഫഇൽ അദ്വിയ, ഏറ്റവും ഫലപ്രദമായ മരുന്ന് എന്ന് പറയുന്നത്, ഏതു പ്രശ്നത്തിനുമുള്ള ഏറ്റവും ഫലപ്രദമായ മരുന്ന് അൽ ഇൽഹാഉ അലല്ലാഹ്,
അള്ളാഹുവിനോട് നിരന്തരം ചോദിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിൽ പ്രയാസം അനുഭവപ്പെടുന്ന ആളുകൾ ഉണ്ടാകും. പല ആഗ്രഹങ്ങളും നമ്മൾക്കുണ്ടാകും. വീടില്ലാത്ത ആളുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ പല വിഷയങ്ങളും ഉണ്ടാകും. റബ്ബിനോട് നമ്മൾ ദുആ ചെയ്തു, കുറെ ദുആ ചെയ്തു. നമ്മൾക്ക് ഒരിക്കലും മടുപ്പ് വരരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസ്തജാബു ലി അഹദികും, നമുക്കറിയാവുന്ന ഹദീസാണ്, യുസ്തജാബു ലി അഹദികും മാ ലം യഅജൽ. അള്ളാഹു ഉത്തരം നൽകും ആർക്ക്? നിങ്ങൾക്ക്. നിങ്ങൾ ധൃതി കാണിക്കാത്തിടത്തോളം കാലം. ധൃതി കാണിച്ചാൽ അള്ളാഹു ഉത്തരം നൽകൂല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള തടസ്സങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിടത്ത് എണ്ണിയ ഒരു കാര്യം ഇതാണ്: ധൃതി കാണിക്കുക. ധൃതി കാണിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുകയില്ല. ധൃതി കാണിക്കാത്തിടത്തോളം കാലം അള്ളാഹു ഏതൊരാൾക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഞാൻ ഒരുപാട് ദുആ ചെയ്തു, പക്ഷെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. ചില റിവായത്തിൽ കാണാം, പ്രാർത്ഥിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു, അങ്ങനെ നിരാശപ്പെട്ടു, അങ്ങനെ അവൻ പ്രാർത്ഥന ഉപേക്ഷിച്ചു. ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു ഉത്തരം കൊടുക്കൂല. അള്ളാഹു നമ്മൾ പരീക്ഷിക്കും. എപ്പോഴാണ്, എത്ര സമയം നമ്മൾ മുന്നോട്ട് പോകും, എത്ര ദുആ ചെയ്യും, നമ്മൾ പരീക്ഷിക്കായിരിക്കും. അതേപോലെ തന്നെ അപ്പോഴും നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കണം. നമ്മൾക്ക് അള്ളാഹു തആല ഇതിന് നമ്മൾ ചോദിച്ച അതേ കാര്യം ഉത്തരം നൽകാത്തതിൽ അള്ളാഹുവിന് ഒരു ഹിക്മത്ത് ഉണ്ടാകും. അള്ളാഹു എന്തെങ്കിലും ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള തടസ്സങ്ങളിൽ ഒന്ന് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്, നമ്മൾ ചോദിച്ച അതേ കാര്യം തന്നെ കിട്ടാതിരിക്കാനുള്ള ഒരു തടസ്സം ഹിക്മ റബ്ബാനിയ, റബ്ബിന്റെ ഹിക്മത്തായിരിക്കും. നമ്മൾ ചോദിച്ചത് ഉടനടി തന്നാൽ ചിലപ്പോൾ നമ്മൾ അതുകൊണ്ട് നശിച്ചു പോകും. ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. റബ്ബിനോട് അള്ളാഹു എന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തണമെന്ന് ദുആ ചെയ്തു. ഉടനടി അത് നൽകിയാൽ ചിലപ്പോൾ നമ്മൾ അതുകൊണ്ട് നശിച്ചു പോകും. അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴാണ് അധികം ആളുകൾ നശിച്ചു പോകുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, പരീക്ഷണങ്ങൾ, മുസീബത്തുകൾ കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ സാധിച്ചു. കൊണ്ട് ഞങ്ങൾ പരീക്ഷിക്കപ്പെട്ടപ്പോ ലം നസ്ബിർ, ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞത് കാണാം. അപ്പോ അനുഗ്രഹം കിട്ടിയ ചിലപ്പോ നമ്മൾ ചോദിച്ചത് ഉടനടി തന്നാൽ ചിലപ്പോൾ നമ്മൾ അതുകൊണ്ട് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോ അള്ളാഹു തആലയോട് നമ്മൾ ചോദിക്കുന്ന അതേ കാര്യം ഉടനടി കിട്ടാത്തതിൽ അള്ളാഹുവിനൊരു ഹിക്മത്ത് ഉണ്ടാകും, ഹിക്മ റബ്ബാനിയ. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കണം, നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഒരുപാട് കാലമായിട്ട് ദുആ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ചോദിച്ച അതേ കാര്യം നമുക്ക് കിട്ടുന്നില്ല. ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, യുസന്നു ഇന്തിളാറു ദാഇ അൽ ഇജാബ. ദുആ ചെയ്ത വ്യക്തി ആ ദുആക്ക് ഉത്തരം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കൽ സുന്നത്താണ്. അതൊരു സുന്നത്താണ്. നമ്മൾ അല്ലാഹുവിനോട് ഒരു കാര്യം ചോദിച്ചു, അതിന് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി അതിനെ കാത്തിരിക്കുന്നത് സുന്നത്താണ്. ഫസുആലുഹു ഇബാദ, നമ്മൾ ശ്രദ്ധിക്കണം. ഫസുആലുഹു ഇബാദ, റബ്ബിനോട് ഒരു കാര്യം ചോദിക്കുക എന്നുള്ളത് ഇബാദത്താണ്. വൻതിളാറുൽ ഫറജി ഇബാദത്തുൻ ഉഖ്റാ, ആ പ്രശ്നത്തിന്, ഒരു പ്രശ്നത്തിന് പരിഹാരം കാത്തിരിക്കുക എന്നുള്ളതും ഇബാദത്ത്, അത് മറ്റൊരു ഇബാദത്താണ്. റബ്ബിനോട് ഒരു കാര്യം ചോദിച്ചു, അത് ഇബാദത്താണ്. അതിന് അള്ളാഹു ഒരു പരിഹാരം തരും, എനിക്ക് അള്ളാഹു അതിന് ഉത്തരം നൽകും എന്ന പ്രതീക്ഷയോടുകൂടി അത് കാത്തിരിക്കുക എന്നുള്ള മറ്റൊരു ഇബാദത്താണ്. അതുകൊണ്ട് നമ്മൾ എത്ര കാത്തിരുന്നാലും നമുക്ക് നഷ്ടമല്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നമ്മൾക്ക് അള്ളാഹു തആല പ്രാർത്ഥിച്ചാൽ എന്തായിരുന്നാലും ഉത്തരം. ഒരു ഖൈറിന് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്, ഒരു ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലയോ പ്രാർത്ഥിക്കുന്നത്, അതിന് ഉത്തരം കിട്ടും. ഒന്നെങ്കിൽ ആ ചോദിച്ച കാര്യം അങ്ങനെ തന്നെ തരും, അല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് വരാനിരിക്കുന്ന ഒരു മുസീബ് അള്ളാഹു തടയും. അതുമല്ലെങ്കിൽ അള്ളാഹു തആല അത് പരലോകത്തേക്കുള്ളൊരു സേവിങ്സ് ആയിട്ട് മാറ്റിവെക്കും. പരലോകത്തൊരു നമ്മൾ ഒരു തവണ അള്ളാഹുവിനോട് ദുആ ചെയ്തൊരു ഇബാദത്താണ്. ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കും നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവേ, എന്റെ ഖുർആൻ പഠനത്തിന് എളുപ്പം നൽകണമേ, എന്റെ ഹിഫുൽ എനിക്ക് പെട്ടെന്ന് ഹിഫുൾ ആകുന്നില്ല, എന്നെ സഹായിക്കണമേ.
ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 100, 1000, 10,000 തവണ പ്രാർത്ഥിക്കുമ്പോഴും 10,000 ഇബാദത്താണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ ഇബാദത്തും നമ്മൾ അള്ളാഹുലേക്ക് അടുക്കണം, അള്ളാഹുലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹുലേക്ക് അടുത്ത് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു തആല പിന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ചില വിഭാഗം ആളുകളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണെന്ത്? അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ. അപ്പോ നമ്മൾ ഈ പറഞ്ഞ മൂന്നാമത്തെ കാര്യം, പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നമുക്ക് മടുപ്പ് വരാൻ പാടില്ല. ചോദിച്ചുകൊണ്ടേയിരിക്കുക, നിരന്തരം ചോദിക്കുക. നിരന്തരം ചോദിക്കുക ഒരാളോട് മാത്രമേ പറ്റുള്ളൂ, അത് റബ്ബിനോട് മാത്രമാണ്. സുഫിയാൻ സൗരി റഹ്മഹുല്ലാഹ് പറഞ്ഞു, അൽ ഇൽഹാഉ ലാ യസ്ലുഹു വലാ യജ്മുലു ഇല്ലാ അലല്ലാഹ്. നിരന്തരം ചോദിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മേൽ മാത്രമേ ശരിയാകുള്ളൂ, നന്നാവുകയുള്ളൂ. മറ്റേതൊരു മനുഷ്യനും അനുവദിക്കപ്പെട്ട കാര്യം തന്നെ ഒരാളോട് നിരന്തരം ചോദിക്കുക എന്നുള്ളത് എന്താണ്? ശരിയായ കാര്യമല്ല. അനുവദിക്കപ്പെട്ട കാര്യം, ഒരു സഹായം, അനുവാദം, നമുക്ക് ചോദിക്കാൻ പറ്റുന്ന സഹായമാണ്. അതന്നെ നിരന്തരം ഒരാളോട് ചോദിക്കാന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമല്ല. അത് അയാൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും. എത്ര അടുപ്പുള്ള സുഹൃത്താണെങ്കിൽ നിരന്തരം നമ്മൾ അയാളോട് സഹായം ആവശ്യപ്പെട്ട അയാൾക്ക് മടുപ്പ് വരും. അത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞിട്ടുള്ളത്, ലാ തസ്അലന്ന ബുനയ്യ ആദമ ഹാജതൻ. മനുഷ്യരോട് നിന്റെ ഒരു കാര്യം പറയരുത്. പരമാവധി മനുഷ്യരോട് നിന്റെ കാര്യം നീ പറയരുത്. വസലില്ലദി അബ്വാബുഹു ലാ തുഹ്ജബു. എപ്പോഴും തുറന്ന് ഇടപ്പെട്ടിട്ടുള്ള, മറയിടപ്പെടാത്ത റബ്ബിനോട് നീ ചോദിക്കുക. റബ്ബിന്റെ വാതിൽ എപ്പോഴും തുറക്കപ്പെട്ടത്. റബ്ബിനോട് നമുക്ക് എപ്പോഴും ചോദിക്കാം. അവന്റെ വാതിൽ അടക്കപ്പെടുകയില്ല. റബ്ബിനോട് ഏതു സമയത്തും, ഏതു ഭാഷയിലും, ഏതു നേരത്തും, ഏത് സ്ഥലത്തും വെച്ച് നമുക്ക് ദുആ ചെയ്യാം. അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഫല്ലാഹു യഗ്ദബു ഇൻ തറക്ത സുആലഹു. റബ്ബിനോട് നമ്മൾ ദുആ ചെയ്തിട്ടില്ലെങ്കിലാണ് അള്ളാഹ്ക്ക് വെറുപ്പ്. റബ്ബിനോട് നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന് ദേഷ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം, മൻ ലം യസ്അലി ലാ യഗ്ദബ അലൈഹി. അള്ളാഹുവിനോട് ഒരാൾ ദുആ ചെയ്യുന്നില്ലെങ്കിൽ, ചോദിക്കുന്നില്ലെങ്കിൽ അവനോട് അള്ളാഹു ദേഷ്യപ്പെടും. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുന്നതാണ് അള്ളാഹുവിന് ദേഷ്യം. വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ദബു. എന്നാൽ മനുഷ്യരങ്ങനെയല്ല. മനുഷ്യന് അവനോട് ചോദിച്ചാൽ അവന് ദേഷ്യം. ഓരോരുത്തരുടെ മാനസികാവസ്ഥ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. നല്ല വിശാലമായ ജൂതുള്ള മനസ്സാണെങ്കിൽ കുറെ ക്ഷമിക്കും. എന്നാലും അതൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരോട് നിരന്തരം സഹായം ആവശ്യപ്പെടുക എന്നുള്ളത് അവർക്ക് പറ്റൂല. പക്ഷെ അള്ളാഹ്ക്ക് അങ്ങനെ, അള്ളാഹുവിനോട് ചോദിക്കുക. അപ്പൊ നിരന്തരം റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോ മൂന്നാമത്തെ കാര്യം ഇതാണ്. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഹദീസ്, യുസ്തജാബു ലി അഹദികും മാ ലം യഅജൽ. ത്തോളം കാലം അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ. ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കി എന്താ സംഭവിക്കുക? നമ്മുടെ ഹൃദയത്തിൽ വലിയ മാറ്റം സംഭവിക്കും. നമ്മുടെ ഹൃദയത്തിന് വലിയൊരു തർബിയത്താണ്. എന്താ കാര്യം? നമ്മൾ ധൃതി കാണിക്കാതെ റബ്ബിനോട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്, ഒരു കാര്യം ഒരു തവണ ദുആ ചെയ്യുമ്പോൾ തന്നെ 3 പ്രാവശ്യം പറയും. കാന ഇദാ ദഅ ദഅ സലാസൻ വഇദാ സഅല സഅല സലാസൻ. റസൂലിന്റെ പ്രാർത്ഥന അധികവും അങ്ങനെയാണ്. ഒരു കാര്യം പറയുമ്പോൾ മിനിമം 3 വട്ടം ചോദിക്കും, 3 വട്ടം ദുആ ചെയ്യും. അപ്പോൾ അതൊരു പ്രാർത്ഥനയുടെ മറ്റൊരു മര്യാദയാണ്, ദുആ 3 പ്രാവശ്യം ആവർത്തിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ നിരന്തരം റബ്ബിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതിലൂടെ ഹൃദയത്തിന് വരുന്ന ഏറ്റവും വലിയ ഗുണമാണ് സബർ, ക്ഷമ. ഹൃദയത്തിൽ സംഭവിക്കുന്ന മഹത്തരമായ ഇബാദത്താണ്. നമ്മൾ റബ്ബിനോട് ക്ഷമിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കണം. അത് ഹൃദയത്തിന് കിട്ടുന്ന വലിയൊരു തസ്കിയത്താണ്. മറ്റൊന്ന് ഹുസ്നുൽ ദന്നി ബില്ലാ. നമ്മൾ ഒരു കാര്യം റബ്ബിനോട് ചോദിച്ചു. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ഒരു നല്ല വിചാരം മനസ്സിലുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. റബ്ബെനിക്ക് തരും, സമയമാകുമ്പോ തരും എന്ന പ്രതീക്ഷയോടുകൂടി ഒരുത്തൻ വീണ്ടും വീണ്ടും ദുആ ചെയ്യുമ്പോൾ അവിടെ ഹുസ്നുൽ ദന്നി ബില്ലാ. പിന്നെ റബ്ബിനോട് ഓരോ തവണ ദുആ ചെയ്യുമ്പോഴും റബ്ബിനോടുള്ള അസ്വില, റബ്ബുമായിട്ടുള്ള അസ്വിലതു ബില്ലാ, റബ്ബുമായിട്ടുള്ള അവന്റെ ബന്ധം അത് വർദ്ധിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് പ്രാർത്ഥന നമുക്ക് മടുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅജസുൻ നാസി മൻ അജസ അനി ദുആ.
ഏറ്റവും കഴിവുകെട്ടയാൾ, ശക്തിയില്ലാത്തവൻ, പ്രാർത്ഥനയെ തൊട്ട് അശക്തനായവനാണ്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നമുക്ക് അള്ളാഹു പറഞ്ഞു വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ്, നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ തരാം. ഇങ്ങനെ ഒരു റബ്ബ് നമ്മൾക്കുണ്ടായിരിക്കെ നമുക്ക് ചോദിക്കണ പണിയുള്ളൂ, വേറൊന്നുമില്ല. നിന്നും കിടന്നും ഇരുന്നും ഏത് സമയത്ത് നമുക്ക് ചോദിച്ചാൽ മതി. ഇങ്ങനെ ചോദിച്ചോളൂ, നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് പറഞ്ഞൊരു റബ്ബ് നമുക്കുണ്ടായിരിക്കെ ചോദിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. അവനേക്കാൾ കഴിവ് കെട്ടവൻ എന്താണ്? ഒരുപാട് പണിയെടുക്കേണ്ട കാര്യമില്ല. ദുആ ചെയ്യണമെങ്കിൽ 10 കിലോമീറ്റർ നടന്നു പോയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ദുആ ചെയ്താലേ ദുആ ശരിയാകുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു പണിയാണ്. ഇത് ഏത് സമയത്തും ഏത് ഭാഷയിലും എവിടെ വെച്ച് നമുക്ക് ദുആ ചെയ്യാം. റബ്ബ് പറഞ്ഞു ചോദിച്ചാൽ മതി ഞാൻ തരാം. ഇങ്ങനെ ചോദിച്ചോളൂ തരാം എന്ന് പറഞ്ഞിട്ടും നമ്മൾക്ക് ചോദിക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ അതിനേക്കാൾ വലിയ കഴിവുകേടെന്താണ്? നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യണം, നിരന്തരം ദുആ ചെയ്യണം, നിർത്തരുത്. വീണ്ടും 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 ദുആ ചെയ്യണം. നമ്മൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങൾ നമ്മൾ പറയേണ്ടത് റബ്ബിനോടാണ്. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, പല പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ കുട്ടികൾക്കുണ്ടാകും, ഈ പറഞ്ഞിട്ട് എനിക്കും നിങ്ങൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നത്തിനൊക്കെയുള്ള ഏറ്റവും ഫലപ്രദമായ പരിഹാരം റബ്ബിനോട് വീണ്ടും വീണ്ടും ചോദിക്കുക എന്നുള്ളതാണ്. മടുപ്പ് വരാതെ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ മൂന്നാമത്തെ പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിരന്തരം റബ്ബിനോട് ചോദിക്കുക എന്നുള്ളതാണ്. നാലാമത്തേത് തവഖ മവാത്തിന ഇജാബത്തി ദുആ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങൾ പരിഗണിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ദുആ ചെയ്യുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന അവസ്ഥകളുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് പറഞ്ഞ വിഭാഗങ്ങളുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ച് പഠിച്ച് അത് പരിഗണിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തുക. ഇതാണ് നാലാമത്തെ കാര്യം. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ട് എന്ന് പറഞ്ഞ സമയങ്ങൾ, സ്ഥലങ്ങൾ, അവസ്ഥകൾ അത് നമ്മൾ ആദ്യം പഠിക്കണം. എന്നിട്ട് നമ്മളത് പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുക. ഇതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്ത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നാലാമത്തേൽ കുറച്ചും കൂടി നമുക്ക് പറയുന്നുണ്ട്. നമ്മുടെ സമയം അവസാനിക്കുന്നതുവരെ പറയാം. അഞ്ചാമത്തെ കൂടി പറഞ്ഞിട്ട് നാലാമത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. നാലാമത്തെ എന്താണ്? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ശ്രദ്ധിക്കുക. മനസ്സിലായോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങൾ, നമ്മളുമായി ബന്ധപ്പെട്ട നമ്മൾ ഹിഫ്ള് പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അതായിട്ട് സമയത്തിനനുസരിച്ച് പറയാം. അഞ്ചാമത്തെ കാര്യം ഖാമിസ് ഇഹ്മദില്ലാഹ വഅസ്നി അലൈഹി, അല്ലാഹുവിനെ സ്തുതിക്കുക, അല്ലാഹുവിനെ പുകഴ്ത്തുക. വസല്ലി അലാ നബിയിക സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദുആഇക, നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട്, അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലാഹുവിനെ പുകഴ്ത്തി അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ദുആ ചെയ്യുക. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുക. പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റബ്ബിനെ പുകഴ്ത്തലും റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെയ്യലും, റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലലും. ഇത് പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കണം. അള്ളാഹുവിനെ പുകഴ്ത്തുന്നു, റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ദുആക്കിടയിൽ നമ്മളത് ചൊല്ലാതെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാതിരിക്കരുത്. ഇതാണ് അഞ്ചാമത്തെ കാര്യം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു ആള് വന്ന് നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുന്ന സമയത്ത് അയാൾ നിസ്കാരത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചു? അല്ലാഹുമ്മ ഇഗ്ഫിർലി വർഹംനി എന്ന് അല്ലാഹു എനിക്ക് പുറത്തു തരണമേ, എനിക്ക് റഹ്മത്ത് ചെയ്യണമേ എന്ന് അദ്ദേഹം നേർക്ക് നേരെ പ്രാർത്ഥിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നിസ്കാരം കഴിഞ്ഞിട്ട് റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, അജിൽത അയ്യുഹൽ മുസല്ലി, നിസ്കാരക്കാര നീ ധൃതി കാണിച്ചിരിക്കുന്നു, നീ തിരക്ക് കൂട്ടിയിരിക്കുന്നു. അപ്പം പ്രാർത്ഥന തുടങ്ങിയപ്പോ തന്നെ എന്ത് പറഞ്ഞു? അവന്റെ ആവശ്യം നേർക്ക് നേരാണ് പറഞ്ഞു. അതിനു മുമ്പിൽ ഒരു മുഖം
റസൂലിന്റെ പേര് സ്വലാത്ത് ചൊല്ലി നേരിട്ട് അള്ളാഹു എന്നെ എനിക്ക് പുറത്തു തരണമേ, എനിക്ക് റഹ്മത്ത് ചെയ്യണേ എന്ന് പറഞ്ഞു. ഇദാ സല്ലൈത ഫഖഅത ഫഹ്മദില്ലാഹ ബിമാ ഹുവ അഹ്ലു. നിസ്കരിച്ചു, നിസ്കാരത്തിൽ അതിനുശേഷം നീ പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നാൽ അല്ലാഹു തആല അവന് അർഹതയുള്ള കാര്യം വെച്ചുകൊണ്ട് നീ എന്ത് ചെയ്യണം? അവനെ പുകഴ്ത്തണം, അള്ളാഹുവിനെ പുകഴ്ത്തണം. വസല്ലി അലയ്യ, എന്നിട്ട് എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. സുമ്മ ദുഉഹു, പിന്നെ ദുആ ചെയ്യണം. അപ്പൊ നോക്ക്, അള്ളാഹുവിനെ പുകഴ്ത്തുക, റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, എന്നിട്ട് എന്ത് ചെയ്യാം? അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. മറ്റൊരാൾ സദസ്സിൽ വന്നു, നിസ്കരിച്ചപ്പോൾ അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചു, പുകഴ്ത്തി, റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി, എന്നിട്ടാണ് അയാൾ ദുആ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹൽ മുസല്ലി ഉദ്ഉ തുജബ്. നിസ്കാരക്കാരാ, നീ ദുആ ചെയ്തോളൂ, നിനക്ക് ഉത്തരമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ പാലിക്കേണ്ട മര്യാദ പാലിച്ചു. അള്ളാഹുവിനെ പുകഴ്ത്തി റസൂലിന്റെ പേര് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് അയാൾ ദുആ ചെയ്തത്. അപ്പോ പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണെന്ത്? ഈ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിനെ പുകഴ്ത്തുക, റസൂലിന്റെ പേര് സ്വലാത്ത് ചൊല്ലുക, എന്നിട്ട് ദുആ ചെയ്യുക എന്നുള്ളത്. നാലാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങൾ നമ്മൾ പരിഗണിക്കുക എന്നുള്ളത്. ചില സമയങ്ങളുണ്ട്, ആ സമയം നമ്മൾ ശ്രദ്ധിക്കണം. ചില അവസ്ഥകളുണ്ട്, അത് നമ്മൾ പരിഗണിക്കണം. ഇപ്പൊ ചില സമയങ്ങൾ നോക്ക്, 4-5 കാര്യങ്ങൾ ആദ്യം പറയാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം ഏതാണ്? സമയം ഏതാ? റബ്ബിനോട് ഏറ്റവും അടുത്ത സമയം ഏതാണ്? റബ്ബിനോട് ഏറ്റവും അടുത്ത സമയം രാത്രിയുടെ അവസാന സമയമാണ്. അടുത്ത ചോദ്യം, ഒരടിമ തന്റെ റബ്ബിനോട് ഏറ്റവും അടുത്ത അവസ്ഥ ഏതാണ്? സുജൂദിലാണ്. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. ഒരാൾ സുജൂദിലായിരിക്കുകയാണ് തന്റെ റബ്ബിനോട് അവൻ ഏറ്റവും അടുത്ത്. അതുകൊണ്ട് ഫഅക്സിറു ദുആ, നിങ്ങൾ ധാരാളമായി ദുആ ചെയ്യുക. അപ്പൊ നോക്ക്, നമ്മൾ ദുആ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സന്ദർഭമാണെന്ത്? സുജൂദിലായിരിക്കുക. അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മറ്റൊരു സന്ദർഭമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ലാ യുറദ് ബൈനൽ അദാനി വൽ ഇഖാമ. ഇഖാമത്തിന്റെയും ബാങ്കിന്റെയും ഇടയിലുള്ള ദുആ അത് തള്ളപ്പെടുകയില്ല. അതുകൊണ്ട് ഫദ്ഉ, നിങ്ങൾ ദുആ ചെയ്യണം. അപ്പൊ നമ്മൾ ദുആ ചെയ്യേണ്ട സമയമാണ് എന്ത്? ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിൽ. ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിൽ നമ്മൾ കളിച്ചിരിക്കരുത്. റബ്ബിനോട് ദുആ ചെയ്യുക, റബ്ബിനോട് ദുആ ചെയ്യുക. ഇത് നമ്മൾ നോക്കാൻ ഇവിടെ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഉസ്താദ് ആരുമില്ല, പള്ളിയിൽ ആ ജമാഅത്തിനും ആ ഒരു ഉസ്താദും ഇല്ല, ബാങ്ക് കൊടുത്തു, ഇഖാമത്തിന്റെയും ബാങ്കിന്റെ ഇടയിൽ സമയമുണ്ട്, നമ്മൾ സുന്നത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യാം. അതേപോലെ തന്നെ ഖുർആൻ മുറാജ ചെയ്യുക, വെറുതെ കളിച്ചിരിക്കരുത്, ദുആ ചെയ്യാൻ പ്രത്യേക ഉത്തരമുള്ള സന്ദർഭമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു ദുആഇ അസ്മഅ, ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ദുആ സമയം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, ജൗഫൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാന സമയം. നിങ്ങൾ എപ്പോഴാണ് എണീക്കൽ ഇവിടെ? അപ്പൊ ആ സമയത്ത് നമ്മള് ഖുർആൻ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യാം? ദുആക്ക് വേണ്ടി മാറ്റിവെക്കണം. ആ സമയത്ത് പ്രാർത്ഥന ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയമാണ്. വദുബുറ അസ്സലവാത്തിൽ മക്തൂബാത്ത്, നിസ്കാരത്തിന്റെ അവസാന സമയത്ത് അഥവാ സലാം വീട്ടുന്നതിന് മുമ്പുള്ള സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട്, അവസ്ഥകളുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സമയമുണ്ട്, ആ സമയത്ത് നമ്മുടെ റബ്ബിനോട് ആ സമയം നമ്മുടെ ചോദ്യവും ഒന്നിച്ചു വന്നാൽ അല്ലാഹു തആല ഉത്തരം നൽകും. അത് അസറിന്റെയും മഗ്രിബിന്റെ ഇടയിലാണ് ആ സമയം എന്നാണ് പ്രബലമായ വീക്ഷണം. വെള്ളിയാഴ്ച അസർ മഗ്രിബിന്റെ ഇടയിലുള്ള ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള ഒരു സന്ദർഭമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങൾ, സമയങ്ങൾ നമ്മൾ പരിഗണിക്കണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവാത്തുൽ മുസ്തജാബ, ഉത്തരം കിട്ടുന്ന ചില പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരമുണ്ട്. ചില ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ചില കാര്യങ്ങൾ പറയും. ഒന്ന്, നമ്മൾ പരസ്പരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅവത്തുൽ മുസ്ലിമി ലി അഖീഹിൽ മുസ്ലിം ബിളഹ്രിൽ ഗൈബി മുസ്തജാബ. ഒരു മുസ്ലിം തന്റെ മുസ്ലിമായ സഹോദരന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ ചെയ്യുന്ന ദുആ അത് ഉത്തരം കിട്ടുന്ന ദുആയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ സഹോദരനായ മുസ്ലിമിന് വേണ്ടി ദുആ ചെയ്യുന്നു, അതിന് പ്രത്യേകം ഉത്തരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻദ റഅസിഹി മലക്, അവന്റെ തലഭാഗത്തൊരു മലക്കുണ്ടാകും. ആ വ്യക്തി തന്റെ സഹോദരന് വേണ്ടി ഏതൊക്കെ സന്ദർഭത്തിൽ കുല്ലമാ ദഅഅ ലഹു ബിഖൈർ ഖാലൽ മലകുൽ മുഅക്കലു ബിഹി ആമീൻ വലക ബിമിഥൽ. ഖൈറിന് വേണ്ടി തന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുമ്പോഴെല്ലാം മലക്ക് അവന് വേണ്ടി ദുആ ചെയ്യും, ആമീൻ. എന്താ ആമീൻ എന്ന് പറഞ്ഞാൽ? മാ മഅന ആമീൻ? കുട്ടികൾ പറയും, പഠിക്കുന്ന ആൾക്കാരും. സ്വീകരിക്കണം. ആമീൻ എന്നുള്ളതിന്റെ അർത്ഥം അറബിയിൽ പറഞ്ഞാല് ഒരു സമ്മാനം തരും. എന്താ? ആമീൻ. ആമീന്റെ അർത്ഥം അറിയണ്ടേ? ആമീൻ എന്ന് പറഞ്ഞാൽ വേറൊരു പ്രാർത്ഥനയാണ്. ആമീൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ നമ്മൾ പറയേണ്ടതല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ പറയേണ്ടതാണെന്ത്? ആമീൻ. ആമീൻ എന്ന് പറയുന്നത് വേറൊരു പ്രാർത്ഥനയാണ്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? പറഞ്ഞോളൂ. ഇനി മലയാളത്തിൽ പറഞ്ഞോളൂ. മലയാളത്തിൽ പറഞ്ഞവർക്ക് സമ്മാനം തരാം. പ്രാർത്ഥന സ്വീകരിക്കണമേ അല്ലേ? കുറച്ചും കൂടി നല്ല വാക്കെന്താ? അല്ലാഹുമ്മ സ്തജീബ് എന്നാണ് എന്റെ അർത്ഥം. അല്ലാഹുമ്മ സ്തജീബ്, അല്ലാഹുവേ ഉത്തരം നൽകണമേ അല്ലേ? അതാണ് കുറച്ചും കൂടി സ്വീകരിക്കണം എന്നാണ് പ്രാർത്ഥനയ്ക്ക്. അല്ലാഹുമ്മ സ്തജീബ്, അല്ലാഹുവേ അല്ലാഹുമ്മ സ്തജീബ്, അല്ലാഹുവേ നീ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ എന്നതിന്റെ അർത്ഥം. അപ്പം മലക്ക് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. നമ്മുടെ സഹോദരന് വേണ്ടി, നമ്മൾ ഖൈറിന് വേണ്ടി ദുആ ചെയ്താൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ ദുആഉൽ അഖി ലി അഖീഹി ലാ യുറദ്, ഒരു സഹോദരൻ തന്റെ സഹോദരന് വേണ്ടി ചെയ്യുന്ന ദുആ അത് തള്ളപ്പെടുകയില്ല, ഉത്തരമുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിലിരിക്കുന്ന എല്ലാ ആളുകളും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പേരെടുത്ത് ദുആ ചെയ്താൽ, നമ്മൾക്ക് വേണ്ടി ആരാ ദുആ ചെയ്യാ? മലക്കുകളാണ്. ഈ പ്രാർത്ഥന, ഈ ഒരു ഹദീസിനെ സലഫുകൾ, കാന ബഅദു സലഫ് ഇദാ അറാദ അൻ യദ്ഉവ ലിനഫ്സി, സലഫുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ യദ്ഉ ലി അഖീഹിൽ മുസ്ലിമി ബിതിൽക ദഅവ, അവൻ സ്വന്തത്തിന് വേണ്ടി എന്താണ് ദുആ ചെയ്യാൻ ഉദ്ദേശിച്ച ആ കാര്യം തന്റെ സഹോദരന് വേണ്ടിയിട്ടാണ് ദുആ ചെയ്യും. ലിഅന്നഹാ തുസ്തജാബു വയഹ്സുലു ലഹു മിത്ലുഹാ. എന്തിനാണ്? ദുആക്ക് ഉത്തരം കിട്ടാൻ. കാരണം എനിക്കൊരു ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഖുർആൻ പെട്ടെന്ന് ഹിഫ്ളാക്കണം. അപ്പൊ എന്ത് ചെയ്യാം? അബ്ദുള്ള മറ്റൊന്നു വേണ്ടി ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ എന്റെ മസ്മുഖ് നബ്ഹാൻ, ഞാൻ പേര് നബ്ഹാന്റെ ഹിഫുൽ അല്ലാഹുവേ നീ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ എന്താ സംഭവിക്കുക? ആമീൻ വലക ബിമിഥൽ, മലക്ക് പറയുന്നത് ആമീൻ വലക ബിമിഥൽ. അപ്പൊ നമുക്ക് മലക്കിന്റെ പ്രാർത്ഥന കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഉലമാക്കൾ പറഞ്ഞു ദുആഉൽ മലായികത്തി മുസ്തജാബ്, മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരവുണ്ട്. അപ്പൊ എന്താ? നമ്മൾ നമ്മുടെ സുഹൃത്തിന് വേണ്ടി ദുആ ചെയ്താൽ നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ കാര്യം പറയാം. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ ദുആ ചെയ്തതിന് കൂലിയുണ്ട്.
അതേപോലെ തന്നെ മലക്കുകൾ അതേ കാര്യം നമ്മൾക്കും കിട്ടട്ടെ എന്ന് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അതിനപ്പുറത്ത് നമ്മൾ മനസ്സിൽ പരസ്പരം ഐക്യമുണ്ടാകും. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നമ്മൾ നടപ്പിലാക്കണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം. പ്രത്യേകം ഉത്തരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം. പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരമുണ്ട് എന്ന് പറഞ്ഞ മറ്റൊരു വിഭാഗമാണ് എന്ത്? ദഅവത്തുൽ മദ്ലൂം. നമുക്കെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഇത് നമ്മുടെ പറയാനുള്ള കാരണം, നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകരുത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖി ദഅവത്തൽ മദ്ലൂം. പീഡിപ്പിക്കപ്പെട്ടവന്റെ, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കണം. ലൈസ ബൈനഹാ വബൈന അല്ലാഹി ഹിജാബ്. ആ പ്രാർത്ഥനയ്ക്കും അള്ളാഹ്ക്കുമിടയിൽ മറയില്ല. പെട്ടെന്ന് ഉത്തരം കിട്ടും. വേറെ ഹദീസിൽ കാണാം, വദഅവത്തുൽ മദ്ലൂമി തുഹ്മലു അലൽ ഗമാം. പീഡിപ്പിക്കപ്പെട്ടവന്റെ, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന മേഘങ്ങൾക്ക് മുകളിലൂടെ വഹിക്കപ്പെടും. വതുഫ്തഹു ലഹാ അബ്വാബുസ് സമാ. ആകാശത്തിന്റെ വാതിലുകൾ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറക്കപ്പെടും. എന്തിനാണ് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും? പെട്ടെന്ന് ഉത്തരം കിട്ടാനാണ്. വഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹ് പറയും, ആക്രമിക്കപ്പെട്ടവനോട്, പീഡിപ്പിക്കപ്പെട്ടവനോട് അല്ലാഹ് പറയും, എന്താ പറയാറിയോ? വഇസ്സതി വജലാലി, എന്റെ ഇസ്സത്തും ജലാലും തന്നെയാണ് സത്യം, ലഅൻസുറന്നക വലൗ ബഅദ ഹീൻ. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിലും നിന്നെ ഞാൻ സഹായിച്ചിരിക്കും. മദ്ലൂമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. മദ്ലൂമിന്റെ, ആക്രമിക്കപ്പെട്ട പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അപ്പൊ നമ്മൾ ഒരാളെ ഉപദ്രവിക്കരുത്, ഒരാളെ നമ്മൾ പ്രയാസപ്പെടുത്തരുത്. അവൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. നമുക്ക് പേടിക്കണം. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅവത്തുൽ മദ്ലൂമി മുസ്തജാബ വഇൻ കാന ഫാജിറൻ. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അവൻ തോന്നിവാസിയാണെങ്കിലും, മോശക്കാരനാണെങ്കിലും എന്ത് ചെയ്യും? അവനെ നമ്മൾ ആക്രമിച്ചാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഫഫുജൂറുഹു അല നഫ്സി. അയാൾ ചെയ്യുന്ന തോന്നിവാസം അയാളുടെ മേലാണ്, അയാൾക്ക് അതിന്റെ കുറ്റം ഉണ്ടാവും. പക്ഷെ അയാൾ ആരെങ്കിലും ആക്രമിച്ചാൽ അയാൾ അള്ളാഹിനോട് ദുആ ചെയ്താൽ അള്ളാഹ് ഉത്തരം കൊടുക്കും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരു കാഫിറിനെയാണ് നമ്മൾ ആക്രമിക്കുന്നതെങ്കിൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാവും. മദ്ലൂം കാഫിറാണെങ്കിൽ പോലും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, എന്തുകൊണ്ട്? ലാ ഹുബ്ബൻ ലിൽ കാഫിർ, കാഫിറിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, വലാകിൻ ഹുബ്ബൻ ലിൽ അദ്ൽ, നീതിയോടുള്ള ഇഷ്ടമാണ്. അള്ളാഹു നീതിമാനാണ്. ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ അവന് നീതി കിട്ടണം. അത് മുസ്ലിം ആണെങ്കിലും കാഫിറാണെങ്കിലും ഫാജിറാണെങ്കിലും. ഇത് നമ്മൾ ശരിക്കും ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ താമസിച്ച് പഠിക്കുന്ന ആൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മളെ കൊണ്ട് ഒരു ഉപദ്രവവും മറ്റൊരാൾക്ക് ഉണ്ടാകരുത്. അത് ശാരീരികമായ ഉപദ്രവമാകണമെന്നില്ല, മാനസികമായിട്ടുള്ള ഉപദ്രവം ഉണ്ടായാൽ മതി. നമ്മൾ മറ്റൊരാളെ കുറിച്ച് കളവ് പറയാം, ഉസ്താദിനോട് പോയിട്ട് ഇല്ലാത്തത് പറയാം. ഗുരുതരമായ തെറ്റാണ്. ഒരാളെയും ഞാൻ ഉപദ്രവിക്കൂല. എന്നെ കൊണ്ട് ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തണം. കാരണം ഒരാളെ ഉപദ്രവിച്ചാൽ അതിന് ഒരുപാട് അപകടങ്ങളുണ്ട്. അതിൽ നമ്മൾ പേടിക്കേണ്ട കാര്യം, അവനെങ്ങാനും റബ്ബിനോട് പോയിട്ട് ദുആ ചെയ്താൽ നമ്മളുടെ കാര്യം പോകും. സഈദ് ഇബ്നു സെയ്ദ് കേട്ടോ നിങ്ങൾ? സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ആരാ? സഈദ് ഇബ്നു സെയ്ദ് സഹാബി റളിയല്ലാഹു അൻഹു ആരാ? സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്. അവരെ കുറിച്ച് ഒരു സ്ത്രീ, അർവ ബിൻത് ഔസ് അല്ലെങ്കിൽ ഉവൈസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ചരിത്രം. ഞാനിത് പറയുന്നത്, നമ്മൾ മറ്റൊരാളെ കുറിച്ച് ആരോപണം പറഞ്ഞാൽ ആ ആരോപിക്കപ്പെട്ട വ്യക്തി ദുആ ചെയ്താൽ അതിന് ഫലിച്ചതിനുള്ള ഉദാഹരണമാണ് ഈ പറഞ്ഞ സംഭവം. ഈ അർവ ബിൻത് ഔസ് എന്ന് പറയുന്ന സ്ത്രീ സഈദ് ഇബ്നു സെയ്ദിനെ കുറിച്ച് മർവാൻ ഇബ്നു അൽ ഹക്കം എന്ന് പറയുന്ന ഖലീഫയുടെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു. എന്താ പരാതി? എന്റെ ഭൂമി
എന്റെ സ്ഥലം ഇയാൾ ഈ സഈദ് ഇബ്നു സെയ്ദ് മോഷ്ടിച്ചിട്ടുണ്ട്, കട്ടെടുത്തിട്ടുണ്ട്, അപഹരിച്ചിട്ടുണ്ട് എന്നാണ് പരാതി. മർവാൻ ബിൻ ഹകം റഹിമഹുള്ള അദ്ദേഹം സഈദ് ഇബ്നു സെയ്ദിനെ വിളിപ്പിച്ചു. സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എങ്ങനെ മറ്റൊരാളുടെ ഭൂമി അപഹരിച്ചെടുക്കാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാൾ ഒരു ചാണ് മറ്റൊരാളുടെ ഭൂമി അന്യായമായി കൈക്കലാക്കിയാൽ അത് നാളെ പരലോകത്ത് അവന്റെ മേൽ 7 ഭൂമിയിൽ നിന്ന് അത് അവന്റെ കഴുത്തിൽ ചാർത്തപ്പെടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. 7 ഭൂമിയുടെ വലുപ്പം, അത്രയും ഭാരം അവൻ ഏറ്റേണ്ടി വരും. അത്രയും സമയം ഖിയാമത്ത് നാളിൽ അവൻ അത് ഏറ്റു നിൽക്കേണ്ടി വരും. അതൊരു അപമാനമാണ്. അങ്ങനെ വരുന്ന ആളുകൾക്ക് മനസ്സിലാകും ഇവൻ ഭൂമി മോഷ്ടിച്ച ആളാണ്. അതേ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്തായാലും ശിക്ഷ ഉണ്ടാകും. ഇത് കേട്ട ഞാൻ എങ്ങനെ ഈ പറഞ്ഞ എന്ന് പറഞ്ഞു. മർവാൻ റഹിമഹുള്ള ഖലീഫ അദ്ദേഹം പറഞ്ഞു, ലാ അസ്അലുക ബയ്യിനതൻ ബഅദ ഹദാ, ഇതിനപ്പുറത്ത് എനിക്കൊരു തെളിവും താങ്കളുടെ വിഷയത്തിൽ വേണ്ടതില്ല എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം സഹാബിയാണ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്, ഒരു സംശയമില്ല. പക്ഷെ ഈ പെണ്ണ് പരാതി എന്ന് പറഞ്ഞപ്പോൾ ഭരണാധികാരി ചോദിച്ചതാണ്. ഇവിടെ ഒരു മാന്യനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വല്ലാത്ത അക്രമമാണ്. ആ സമയത്ത് സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ കാനത് കാദിബതൻ, അല്ലാഹു ഈ പെണ്ണ് പറഞ്ഞത് കളവാണെങ്കിൽ ഫഅഅമി ബസറഹ, അവരുടെ കണ്ണിന്റെ കാഴ്ച നീ നഷ്ടപ്പെടുത്തണമേ. വഖ്തുൽഹാ ഫീ അർദിഹ, അവളുടെ ഭൂമിയിൽ തന്നെ അവളെ നശിപ്പിക്കണം. വേറെ റിവായത്തിൽ വജഅൽ ഖബ്റഹ ഫീ ദാരിഹ, അവളുടെ ഖബറിടം അവളുടെ വീട്ടിൽ തന്നെ ആക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഹദീസ് റിവായത്ത് ചെയ്ത റാവി പറയാണ്, ഞാൻ ഈ സ്ത്രീയെ പിന്നീട് കണ്ടിട്ടുണ്ട്. എങ്ങനെ? കണ്ണിന് കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ ചുമരിൽ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് വീട്ടിലൂടെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണിന്റെ കാഴ്ച പോയി. ഇങ്ങനെ വീട്ടിൽ നടക്കുന്ന സമയത്ത് വീട്ടിലുള്ള ഒരു കിണറ്റിലേക്ക് അവര് കണ്ണ് കാണാത്തതുകൊണ്ട് ചാടി അവിടെ തന്നെ മരിച്ച് അതായി അവരുടെ ഖബർ. ഫക്കാനത്ത് ഖബ്റഹ, അങ്ങനെ തന്നെ സംഭവിച്ചു. കണ്ണിന്റെ കാഴ്ച പോയി, അവിടെ അവരുടെ വീട് തന്നെ ഖബറായി മാറി. ഇതെന്താ സംഭവിച്ചത്? മദ്ലൂമിന്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ഒരാൾക്ക് ഉപദ്രവം ചെയ്യരുത്. ഉപകാരം ചെയ്യുന്ന ആളുകളാകണം നമ്മൾ. പരസ്പരം സഹകരണം, ഒറ്റപ്പൂതിയാകരുത്. അനാനീയത്ത് എന്ന് പറയും. അനാനീയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നാട്ടിൽ ഒറ്റപ്പൂതി എന്ന് പറയും, സ്വാർത്ഥത. അങ്ങനെ ആകരുത്. പരസ്പരം സഹകരിച്ചും ഒക്കെ ആകണം നമ്മൾ നിൽക്കേണ്ടത്. ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ്, ഏറ്റവും നല്ല മനുഷ്യർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആളുകളാണ്. അഹബ്ബുന്നാസി ഇലല്ലാഹ് അൻഫഉഹും ലിന്നാസ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകളാണ്. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കും. അള്ളാഹിന്റെ ഇഷ്ടം കിട്ടും. ജനങ്ങളിൽ ഏറ്റവും നല്ലവരാണ് ആര്? മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവർ. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഉപകാരം ദീനിയായ ഉപകാരങ്ങളാണ്. നോക്ക്, നമ്മൾ ദീനിയായ ഉപകാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഖുർആൻ മറ്റൊരാൾ കേൾക്കുക, നിങ്ങൾക്ക് പറ്റുന്ന പണിയാണ്. മറ്റു വിഷയങ്ങൾ ഒരാൾക്ക് പെട്ടെന്ന് തിരിയണില്ല, അവനെ സഹായിക്കാം. അവന് അറിയാത്തൊരു വിഷയം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇതാണ് ഏറ്റവും വലിയ സഹായങ്ങൾ. അറിവില്ലാത്ത ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ മറ്റു സഹായങ്ങൾ, നമ്മൾ ഒരാളെ സഹായിക്കുക, ഇവിടെ ഒരുമിച്ച് ജീവിക്കുമ്പോഴുള്ള സഹായങ്ങൾ, ഇതൊക്കെ ഇതിൽ പെടും. അപ്പം ഇതാകണം നമ്മൾ ഏറ്റവും മിനിമം നമ്മൾ ചെയ്യേണ്ടത്. ഒരാൾക്കും നമ്മളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകരുത്. ഉപദ്രവം ഉണ്ടായാൽ നമ്മൾ പേടിക്കണം. ഈ പറഞ്ഞ രൂപത്തിൽ പ്രാർത്ഥനയെ നമ്മൾ പേടിക്കണം. രണ്ടാമത്തെ ഒന്ന് അതാണ്. മൂന്നാമത്തെ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, 3 വിഭാഗം ആളുകൾ അവിടെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. അതിലൊന്ന് അദ്ദാകിറു ലില്ലാഹി കസീറാ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നയാൾ. അയാളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉച്ചരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. ദിക്ർ, രാവിലത്തെ ദിക്ർ, വൈകുന്നേരത്തെ ദിക്ർ, നിസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ, ഉറങ്ങാൻ കിടപ്പുള്ള ദിക്ർ, അതൊക്കെ അതിൽ പെടും. ഇൽമിന്റെ സദസ് ദിക്റുള്ളയാണ്, ഖുർആനിന്റെ പാരായണം ദിക്റുള്ളയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിൽ തട്ടി ചെയ്യുമ്പോൾ ഇതൊക്കെ ദിക്റുള്ളയാണ്. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് സമയം ഡെയിലി ഓതുന്നുണ്ട്,
അതൊക്കെ എന്താണ്? അള്ളാഹുവിനെ സ്മരിക്കുന്നതിന്റെ ഭാഗമാണ്, അള്ളാഹുവിന്റെ കലാം, ദിക്റുള്ളയാണ്. പക്ഷെ ശ്രദ്ധിക്കണം, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നമ്മൾ പലരും ഹിഫ്ള് പഠിക്കുന്ന ആളുകൾ ഖുർആൻ ഓതലെങ്ങനെയാണ്? സ്പീഡിൽ ഓതും, തീരെ ശ്രദ്ധയില്ലാതെ ഭയങ്കര സ്പീഡിൽ. അത് പുറത്തുനിന്ന് ഒരാൾ വീക്ഷിച്ചാൽ അള്ളാഹുവിന്റെ കലാം, ഏറെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു കലാമാണോ പാരായണം ചെയ്യുന്നത് എന്ന് അവരത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഓത്താകരുത്. നമ്മുടെ മുമ്പിലുള്ളത് ഖുർആനാണ്, നമ്മൾ പഠിക്കുന്നത് ഖുർആനാണ്. ആ ഒരു ബഹുമാനം അതിങ്ങനെ നമ്മൾ എന്തെങ്കിലും വേറെ വർത്താനം പറയുന്നത് പോലെയല്ല, വളരെ ആദരവോട് കൂടിയിട്ടാണ് അത് ചെയ്യേണ്ടത്. അത് നമ്മൾ മറന്നുപോയി. അത് പലപ്പോഴും ഹിഫ്ള് പഠിക്കുന്ന ആളുകൾ മറക്കും. എന്ന് വെച്ചാൽ കുറെ ഓതണമുണ്ട്. കുറച്ച് ഓതുന്ന ആൾക്കാർക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. കുറെ ഓതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ശ്രദ്ധ വിട്ടുപോകും. നമ്മൾ എപ്പോ ഖുർആൻ ഓതുമ്പോഴും എത്ര സമയം ഓതിയാലും അള്ളാഹുവിന്റെ കലാം, ഖൈറുൽ കലാം, ഏറ്റവും ഖൈറായ കലാമാണ് പാരായണം ചെയ്യുന്നത് എന്ന ഒരു ചിന്ത നമ്മൾ വിട്ടുപോകാൻ പാടില്ല. അപ്പൊ അവിടെയുള്ള ചലനങ്ങളൊക്കെ പ്രധാനമാണ്. ആടിയിട്ട് ഓതാൻ പാടില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇല്ല? ആടി ഓടുതലാണ് പൊതുവെ ഹിഫ്ള് കോളേജിലെ സ്വഭാവം. അത് തെറ്റായ രൂപമാണ്. വളരെ ആദരവോടുകൂടി അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പറഞ്ഞു വന്നത് അദ്ദാകിറു ലില്ലാഹി കസീറ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആളുടെ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസാണെന്ത്? സലാത്തു ദഅവാതിൻ മുസ്തജാബാത്ത് ലാ ശക്ക ഫീഹിൻ, 3 പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, അതിൽ സംശയമില്ല. അതിൽ ഒന്ന് നേരത്തെ പറഞ്ഞ വിഷയമാണ് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. നമ്മൾ ഇവിടെ ദൂരെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. യാത്രയിൽ നമ്മുടെ കാര്യം റബ്ബിനോട് പറയണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സന്ദർഭമാണ് യാത്ര. യാത്രയിൽ ആ യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ റബ്ബിനോട് പറയേണ്ട, പലപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കാത്തൊരു സന്ദർഭം കൂടിയാണ്. യാത്രയിൽ ദുആ ചെയ്യണം നിയ്യത്താക്കി അങ്ങനെ ആ രൂപത്തിൽ യാത്രയിൽ ശ്രദ്ധിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. യാത്ര മുസാഫിറിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരമുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്ന് വദഅവതുൽ വാലിദി ലിവലദിഹി, ഇതും കൂടി പറഞ്ഞിട്ട് അവസാനിക്കും. നമ്മുടെ സമയം കുറച്ച് നമ്മളൊരു റെസ്റ്റ് സമയം ആവശ്യമുണ്ട്. നിസ്കാരം ബാങ്ക് എപ്പോഴാണ്? ഇതിൽ രക്ഷിതാക്കളുണ്ട്, ഞാനും നിങ്ങളൊക്കെ രക്ഷിതാക്കളാണ്. ദഅവതുൽ വാലിദി ലിവലദിഹി, അതേപോലെ തന്നെ ദഅവതുൽ വാലിദി അലാ വലദിഹി, മാതാപിതാക്കൾക്കെതിരെ ദുആ ചെയ്യുക, മാതാപിതാക്കൾ മക്കൾക്കെതിരെ ദുആ ചെയ്യുക എന്നുള്ളതും ഉത്തരം കിട്ടുന്ന ദുആയാണ്. മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ള ഉത്തരം കിട്ടുന്ന രണ്ടും. ആദ്യം പറയാം, മാതാപിതാക്കൾ കുട്ടികൾക്കെതിരെ ദുആ ചെയ്യുക. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വലാ തദ്ഉ അലാ ഔലാദിക്കും വലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ല. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് പ്രത്യേക ഉത്തരമുണ്ട്. ചിലപ്പോൾ തമാശയ്ക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. നീ നശിച്ചു പോകട്ടടാ എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഉത്തരമുണ്ട്. അത് അള്ളാഹു സ്വീകരിച്ചാൽ ആ കുട്ടി നശിച്ചു പോകും. അതേപോലെ തന്നെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് മാതാപിതാക്കൾ നമ്മൾക്കെതിരെ ദുആ ചെയ്താൽ ഉത്തരമുണ്ട് എന്നുള്ളത് മക്കളൊക്കെ പേടിക്കേണ്ട കാര്യമാണ്. നമ്മൾ മാതാപിതാക്കളെ ഉപദ്രവിച്ചാൽ, അവരെ വേദനിപ്പിച്ചാൽ, അവർ നമ്മൾക്കെതിരെ ദുആ ചെയ്താൽ അത് ഫലിക്കും. അത് നമ്മൾ ശരിക്കും പേടിക്കണം. അത് അവർ പറയുന്നതിൽ ന്യായമുണ്ടെങ്കിൽ, നമ്മൾ സാലിഹായ ഒരു മനുഷ്യനാണെങ്കിൽ കൂടി എന്ത് ചെയ്യും? അത് ബാധിക്കും. അത് നമ്മൾക്ക് ആരുടെ കഥയിൽ നിന്ന് പഠിക്കാം? ജുറൈജിന്റെ കഥയിൽ. ജുറൈജ് വലിയ ആബിദായ, ധാരാളം ഇബാദത്ത് ചെയ്ത് സാലിഹായ ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം ഉമ്മയോട് നടത്തിയ ഒരു ഇടപാടിൽ ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ അവർ പ്രാർത്ഥിച്ചു. അപ്പോൾ അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ളൊരു അടിമയായിട്ട് പോലും അള്ളാഹുവിന് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. അള്ളാഹു രക്ഷപ്പെടുത്തി, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനായതുകൊണ്ട്. അപ്പോ എന്നാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അപ്പൊ സാലിഹായ ആളുകൾക്ക് വരെ അത് ബാധിക്കുമെങ്കിൽ നമ്മൾ പേടിക്കണം. അതേപോലെ തന്നെ ദഅവത്തുൽ വാലിദി ലിവലദിഹി, മക്കൾക്ക് വേണ്ടിയുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥന, അതിന് ഉത്തരമുണ്ട് എന്ന് കേൾക്കാത്തൊരു രക്ഷിതാവ് ഇതിലുണ്ടാകില്ല. പക്ഷേ ഞാൻ നിങ്ങളൊക്കെ രക്ഷിതാവാണ്. ഇത് ശരിക്കും നമ്മൾ വിശ്വസിച്ചിട്ട് റബ്ബിനോട് നേരത്തെ പറഞ്ഞതുപോലെ മടുപ്പ് വരാതെ നിരന്തരം റബ്ബിനോട് മക്കളുടെ വിഷയം ദുആ ചെയ്യുന്നുണ്ടോ എന്നുള്ള പരിശോധിക്കുക.
സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, മഹാനായ താബിഈ, ഇന്നി ലഅസീദു ഫീ സ്വലാത്തി ലിവലദി, എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ നിസ്കാരത്തിൽ ധാരാളമായി ദുആ ചെയ്യാറുണ്ട്. മഹാനായ താബിഈ മക്കൾക്ക് വേണ്ടി ധാരാളമായി ദുആ ചെയ്യണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭം നോക്കി ദുആ ചെയ്യണം. ചില സലഫുകൾ പറഞ്ഞത് കാണാം, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്താ അർത്ഥം? മക്കളിലും ഭാര്യമാരിലൊക്കെ കൺകുളിർമ ഉണ്ടാകണം എന്നുള്ള ദുആണ്. അവർ സാലിഹായാലും നമുക്ക് കൺകുളിർമ ഉണ്ടാകുള്ളൂ. ചില സലഫുകൾ പറഞ്ഞത് മാ തറക്തുഹു ഫീ സലാ, ഒരു നിസ്കാരത്തിൽ പോലും ഞാൻ ഇത് പ്രാർത്ഥിക്കാതെ പോയിട്ടില്ല എന്ന് പറഞ്ഞ സലഫുകളുണ്ട്. നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച്, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാത്തൊരു ദിവസം ഉണ്ടാകരുത്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പല പ്രശ്നങ്ങളും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവും. ഇനി നിലവിൽ നമ്മുടെ മക്കൾക്കൊന്നും ഒരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചോളി, മക്കൾ നല്ല കുട്ടികളാണ്. പക്ഷെ നാളെ മറ്റന്നാൾ ഉണ്ടാകാലോ. അതുകൊണ്ട് മക്കളെ സാലിഹായി നിലനിർത്തണമേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രതീക്ഷ കൈവിടേണ്ട ഒരു ആവശ്യം. എത്രയോ ചരിത്രങ്ങളുണ്ട്, എത്രയോ സംഭവങ്ങളുണ്ട്, ചരിത്രങ്ങളുണ്ട്. എത്ര കേടുവന്നയാളാണെങ്കിലും റബ്ബിനോട് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകും. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ മക്കൾക്ക് എന്തെങ്കിലും പ്രയാസം മക്കളുടെ വിഷയത്തിൽ നമുക്കുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ മക്കൾക്ക് നിലവിൽ പ്രശ്നമില്ലെങ്കിലും അവരുടെ ദീനിയായ കാര്യങ്ങൾ, ദുന്യവിയായ കാര്യങ്ങൾ, ആരോഗ്യം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ദുആ ചെയ്യാൻ പറ്റണം. കാരണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരമുണ്ട്. മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഉത്തരമുണ്ട്, അല്ലേ? ഇദാ മാതൽ ഇൻസാനു ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങളല്ലാത്തെല്ലാം ഒരാൾ മരിച്ചു പോകുമ്പോൾ നിലച്ചു പോകും. അതിലൊന്നെന്താണ്? വവലദിൻ സാലിഹിൻ യദ്ഉ ലഹു. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം, സാലിഹായ ഒരു മകൻ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത. അപ്പോൾ ശ്രദ്ധിക്കണം, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയും. സാലിഹായ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. സാലിഹായ മക്കളാകാൻ നമുക്ക് പറ്റണം. എന്നിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തതിന് ഉത്തരമുണ്ട്. അതുകൊണ്ട് മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, മാതാപിതാക്കൾക്ക് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ആ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ പല മര്യാദകളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ 5 കാര്യങ്ങൾ പറഞ്ഞു. ഈ 5 മാത്രമല്ല, 5 സാലിസിന്റെ ഹഫിദുല്ലാഹ് പറഞ്ഞത് എടുത്തു പറഞ്ഞതാണ്. ശ്രദ്ധിക്കണം. എനിക്കും നിങ്ങൾക്കും അത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ 5 കാര്യങ്ങൾ ആരാ പറയാം? അഞ്ച് കാര്യം പറയാൻ മലയാളത്തിൽ പറഞ്ഞാൽ മതി. കൈയൊന്നിച്ചോളി. 5 കാര്യങ്ങൾ പറയാൻ തയ്യാർ, റെഡിയല്ലോ? അബ്ദുള്ള ബിൻ സിയാദ്. അവന്റെ പേരെന്തായിരുന്നു? ഫൈസാൻ ബിൻ സിദ്ദീഖ്. പിന്നാരാ? 2 ആളുണ്ട്. പറയും അബ്ദുള്ള. കാണാതെ പറയാം. അല്ല, അപ്പൊ നമുക്കൊന്ന് പറയാം, ഒന്നിച്ചു പറയാം. ഒന്നെന്താണ്? പറഞ്ഞോളി, നോക്കി പറഞ്ഞോ. മനസ്സറിഞ്ഞുകൊണ്ടുള്ള ദുആ ആയിരിക്കണം. മനസ്സിൽ തട്ടിയുള്ള ഹാദിറുൽ ഖൽബ്, ഹൃദയ സാന്നിധ്യം ഉണ്ടാകണം ദുആ ചെയ്യുമ്പോൾ, അല്ലെ? രണ്ടാമത്തേത് അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം ഉണ്ടായിരിക്കണം. മൂന്നാമത്തേതോ നിരന്തരം റബ്ബിനോട് പ്രാർത്ഥിക്കണം. ധൃതി കാണിക്കരുത്, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. 4 പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങൾ ശ്രദ്ധിക്കണം. 5 അള്ളാഹുവിനെ സ്തുതിക്കണം, റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അത് അല്ലാഹു തആല അലം. അല്ലാഹു തആല നമ്മുടെ ഇരുത്തം അമലുൻ സാലിഹായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അഹ്ലുൽ ഖുർആനിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മൾ പഠിച്ചത് ജീവിതത്തിൽ അമലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.
സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.